സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെയേറെ ബഹുമാനമുള്ള ഈ മഹല്ല് ജമാഅത്തിന്റെ കർമ്മധീരരായ നേതാക്കളെ, ഭാരവാഹികളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, രക്ഷിതാക്കളെ, യുവ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കാനും സന്തോഷിക്കാനും സംഗമിക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നമ്മുടെ കുടുംബ ബന്ധുക്കൾക്കും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കും നമ്മെ ഇഷ്ടപ്പെട്ടവർക്കും നമ്മൾ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ച പല ആളുകളുമുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ ഹാസിലാക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും ഇഖ്ലാസോടുകൂടെ ഉൾക്കൊള്ളാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ വർഷങ്ങളായി വിശുദ്ധമായ റമദാനിൽ വളരെ വിപുലമായി പഠനാർഹമായ വിഷയങ്ങളെ അധികരിച്ചുള്ള പ്രഭാഷണം നമ്മൾ ശ്രവിക്കുകയും അതിൽ പങ്കെടുക്കാനും നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ സുപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചായിരുന്നു ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറും എന്റെ ഉസ്താദുമായ ഉസ്താദ് കെ സി മുഹമ്മദ് ബാക്കവിയായിരുന്നു ഇവിടെ ക്ലാസ് എടുക്കേണ്ടിയിരുന്നത്. പരിശുദ്ധമായ ഉംറക്ക് പോയി ഇന്നുവരെ തിരിച്ചു വരുത്താനാവാത്തതുകൊണ്ട് പകരം ഏൽപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ പാരായണത്തിലെ പുണ്യമെന്ന് നമ്മളേറെ മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെ ഹ്രസ്വമായി പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് ലോകത്ത് ഏറ്റവും വായിക്കപ്പെടുന്ന, പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമേതെന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവിന്റെ കലാമായ ഏറ്റവും ഖൈറായ ഉമ്മത്തായ ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട, നമുക്ക് സമ്മാനമായി അല്ലാഹു നൽകിയ വിശുദ്ധമായ ഗ്രന്ഥമായ ഖുർആനാണ്. ഖുർആനിന്റെ ലീഡിങ്ങിനെ കുറിച്ച് പാരായണത്തിൽ ഇന്ന് അത് മുൻപന്തിയിലാണ് എന്ന വിഷയത്തിൽ ലോകത്ത് ഒരാൾക്കും തർക്കമില്ല. നമ്മുടെ കണ്ണിൽ, നമ്മുടെ ഭാഷയിൽ, നമ്മുടെ അറിവിൽ ഇന്നത്തെ വെസ്റ്റേൺ രാജ്യങ്ങൾ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് എന്നത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. എന്നാൽ മറ്റൊരു ഭാഗത്ത് വിശുദ്ധമായ ഖുർആനിന്റെ അപാരമായ സത്യങ്ങളെ, അല്ലാഹുവിന്റെ കലാം വിശുദ്ധമായ ഖുർആനിന്റെ അപാരമായ മുഅ്ജിസത്തുകളെ ലോകം തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ഇസ്ലാമിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അമേരിക്കയിലെ കാലിഫോർണിയയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഹംസ യൂസുഫ് എന്ന് പറയുന്ന മാലിക്കി മദ്ഹബുകാരനായ വളരെ പ്രഗത്ഭനായ പണ്ഡിതനുണ്ട്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആധുനിക സോഷ്യൽ നെറ്റ്വർക്കുകളും ഇന്റർനെറ്റ് സംവിധാനങ്ങളും ഉപയോഗിക്കുന്ന എന്നോടും യുവതലമുറയോടും വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്, നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കുന്നതോടൊപ്പം ഹംസ യൂസുഫ് എന്ന് പറയുന്ന വലിയ പണ്ഡിതന്റെ, അദ്ദേഹം 19ാമത്തെ വയസ്സിൽ ഇസ്ലാമിനെ സ്വീകരിച്ച വലിയ പണ്ഡിതനാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പുതു മുസ്ലിമാണ്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രസംഗങ്ങളുണ്ട്. അള്ളാഹുവിന്റെ കലാമിനെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ, അതിനെ വിശദീകരിക്കുന്ന മനോഹരമായ പ്രസംഗങ്ങൾ. യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിന്റെ താഴെ കാണുന്ന കമന്റുകളിൽ, അതിന്റെ താഴെ കാണുന്ന അഭിപ്രായങ്ങളിൽ ഒരുപാട് ആളുകൾ പറയും, ഈ ഒരു പ്രസംഗം കൊണ്ട് ഇതാ ഞാൻ ഇസ്ലാമിനെ സ്വീകരിക്കുന്നു, ഇത് ഞാൻ
സാങ്കല്പികമായി പറയുന്ന കാര്യമല്ല. ഇന്റർനെറ്റ് നോക്കിയാൽ ഇന്നും കാണാവുന്ന സത്യമാണ്. ഈ റമദാനിൽ വരെ അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രസംഗങ്ങൾ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പ്രസംഗം കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് വിശുദ്ധമായ ഇസ്ലാം ലോകം തിരിച്ചറിയുന്നു. ലോകത്തെ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ ലോകരാജ്യങ്ങൾ മുഴുവനും കെട്ടുലഞ്ഞപ്പോഴും സകലമായ പ്രശ്നങ്ങൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കലാമു പരിഹാരമാണെന്ന രീതിയിൽ ലോകത്തനേകം സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അൽ മുനസ്സലു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ഖുർആൻ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അമീനുൽ വഹ്യ് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന 23 വർഷങ്ങൾ കൊണ്ട് ഇറക്കപ്പെട്ട അപാരമായ മോചിസത്തുള്ള ഗ്രന്ഥം, ഹബീബിന്റെ ഏറ്റവും വലിയ മോചിസത്ത് അത് ഖുർആനാണ്. ആ ഖുർആൻ ഇറങ്ങിയപ്പോഴാണ് ശത്രുക്കൾ പരിഹസിച്ചത്. ആ ഖുർആനിന്റെ അവതീർണം നടക്കുമ്പോ ശത്രുക്കൾ പരിഹസിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഖുർആനിന്റെ വെല്ലുവിളി, ഇതുപോലത്തൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമാണോ? അറബ് ലോകത്ത് അറിയപ്പെട്ട അതിഗായകരായ അറബ് സാഹിത്യപ്പെടുക്കൽ, അറബ് സാഹിത്യത്തിന്റെ ഉന്നതിയിൽ വിരാജിക്കുന്നവർ അവരും കൈമലർത്തി. പിന്നെ ഖുർആൻ ചോദിച്ചത് അതിലെ ആയത്തുകൾക്ക് സമാനം, ഏറ്റവും ചെറിയ സൂക്തത്തിന് സമാനമായി ഒരു വാക്യം കൊണ്ടുവരാൻ സാഹിത്യമുള്ള വിശാലമായ ആശയങ്ങളുള്ള ഒരു വാക്യം കൊണ്ടുവരാൻ സാധ്യമാണോ? ഇതുപോലെ ഒരാൾക്ക് പോലും ലോകത്ത് ഖുർആനിന്റെ സൂക്തത്തിന് സമാനമായ ഒരു വാക്യം കൊണ്ടുവരാൻ സാധ്യമല്ല. അപാരമായ ആശയങ്ങളാണ് ഓരോ സൂക്തത്തിലുമുള്ളത്. മഹാനാകുന്ന സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് ഒരു ദിവസം കടന്നു വരികയാണ്. മദീന പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച, ഒരു മനുഷ്യൻ തലകീഴ്പോട്ടാക്കി 2 കാലുകളും മുകളിലേക്കാക്കി നിൽക്കുന്ന അത്ഭുതകരമായ രംഗം. സുബ്ഹാനല്ലാഹ്, എന്തൊരു കാഴ്ചയാണ്! മദീനത്തെ പള്ളിയിൽ, പുണ്യനബിയുടെ പള്ളിയിലാണോ ഈ രംഗം? പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമാണ് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ്. പെട്ടെന്ന് പ്രതികരിച്ചു പോകും. ഉമർ തങ്ങൾ ചോദിച്ചു, മാലക, നിനക്കെന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് മദീനത്തെ പള്ളിയിൽ ഒരു അദബുമില്ലാതെ, ഒരു മര്യാദയുമില്ലാതെ ഇങ്ങനെ വലിയൊരു കോമാളിത്തം കാട്ടുന്നത്? കാരണം മദീനത്തെ പള്ളി, അവിടെ പോയി സംസാരിക്കാൻ പോലും സാധ്യമല്ല. മദീനത്തെ പള്ളി സംസാരിച്ചോ? മദീനത്തെ പള്ളിയിൽ പോയി ഉയർന്ന ശബ്ദത്തിൽ സംസാരിച്ചാൽ അവരെ ഖുർആൻ വിശേഷിപ്പിച്ചത് ലാ യഅഖിലൂൻ, ബുദ്ധിയില്ലാത്ത പൊട്ടന്മാരെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് മദീന പോവണം. മദീനയിൽ റസൂലുള്ള വിശേഷിപ്പിച്ച എന്റെ മിമ്പറിന്റെയും എന്റെ വീടിന്റെയും ഇടയിലുള്ള സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗത്തിലെ ഒരു കഷ്ടമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവിടെ നിസ്കരിക്കുക വലിയ പ്രതിഫലം, അവിടെ നമസ്കരിക്കാതെ വലിയ ഭാഗ്യമാണ്. പക്ഷേ നിസ്കരിക്കാം, പക്ഷേ അവിടെ പോയി തിരക്ക് കൂട്ടൽ ഹറാം. അവിടെ പോയി നിസ്കരിക്കാനെന്ന ആഗ്രഹത്തോടെ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. അവിടെ പോയി 1-2 റക്അത്ത് നിസ്കരിക്കാം. പക്ഷേ മദീനത്തെ പള്ളിയിൽ റൗളക്ക് സമീപം ചെന്ന് റൗളയുടെ റസൂലുള്ള നിർണയിച്ച സ്ഥലത്ത് പോയി തിരക്ക് കൂട്ടി നമസ്കരിക്കൽ ഹറാം. കാരണം ഹബീബിനോടുള്ള ബഹുമാനമില്ലെന്നതാണ്. അങ്ങനെയുള്ള മദീനത്തെ പള്ളിയിലാണ് തല കീഴ്പോട്ടാക്കി കാലുകൾ 2 മുകളിലേക്കാക്കി നിൽക്കുന്ന രംഗം. ഉമർ തങ്ങൾ ചോദിച്ചു, അല്ല, എന്ത് വിഡ്ഢിത്തമാണ് നീ ചെയ്യുന്നത്? എന്ത് പൊട്ടത്തരമാണ് നീ ചെയ്യുന്നത്? എന്ത് അദബില്ലായ്മയാണ് ചെയ്യുന്നത്? മാലക, നിനക്കെന്താണ് സംഭവിച്ചത്? സമയത്ത് ആ സഹോദരൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഇസ്തസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, സന്തോഷം കൊണ്ട് ചെയ്തതാണ് ഉമർ തങ്ങളെ. അൽ ആന ഇസ്തസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഉമർ ഇബ്നു ഖത്താബ്, ഇന്ന് ഞാൻ മുസ്ലിമാണ്, ഞാൻ ഇന്ന് മുസ്ലിമാണ്, സന്തോഷം കൊണ്ട് ചെയ്തതാണ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹ്ക്കാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി.
സന്തോഷം കൊണ്ട് മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ചെയ്യേ പുതു മുസ്ലിമായ ദിവസം തന്നെ. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇസ്ലാമിലേക്ക് വരാൻ കാരണം? വിശുദ്ധമായ ഖുർആനാണ്, അല്ലാഹുവിന്റെ ഖുർആനാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ചരിത്രം നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. ആ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദിച്ചു, നീ ഇസ്ലാമിലേക്ക് വരാൻ കാരണം എന്താണ്? നീ ഇസ്ലാമിലേക്ക് വരാൻ കാരണം എന്താണ്? എന്താണ് ഇസ്ലാമിലേക്ക് പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ആ സമയത്ത് ആ സഹോദരൻ പറഞ്ഞു, വിശുദ്ധമായ ഖുർആനിലെ ഒരേയൊരു സൂക്തമാണ്, ഒരേ ഒരു ആയത്താണ്. ഏതാണ് ആയത്ത്? വമൻ യുതഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖിഹ് ഉലൈക ഹുമുൽ ഫായിസൂൻ. വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ലളിതമായ വാക്കിലുള്ള ഒരുപാട് ആശയ സമ്പന്നമായ ഖുർആനിന്റെ ഒരു സൂക്തം കണ്ടപ്പോ, ആ സൂക്തത്തെ മനസ്സിലാക്കിയപ്പോ ഞാൻ മുസ്ലിമായതാണ്. എന്താണ് ആയത്ത്? വമൻ യുതഇല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെ അനുസരിച്ചാൽ, വറസൂലഹു ഹബീബായ മുത്തുനബിയെ അനുസരിച്ചാൽ, വയഖ്ശല്ലാഹ അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ, വയത്തഖിഹ് അവനെ സൂക്ഷ്മത ചെയ്താൽ, അവൻക്ക് തഖ്വ ചെയ്താൽ, ഉലൈക അവരാണ്, ഹും അവർ തന്നെ, അൽ ഫായിസൂൻ അവരാണ് യഥാർത്ഥ വിജയികൾ. ആരാണ് യഥാർത്ഥ വിജയികൾ? ആരാണ് സ്വർഗം നേടുന്നവർ? അവരെക്കുറിച്ച് ഏറ്റവും ലളിതമായി ഖുർആൻ പറഞ്ഞ 4 സ്വഭാവങ്ങൾ, 4 കാര്യങ്ങൾ, അത് കണ്ടപ്പോഴാണ് ഞാൻ ഇസ്ലാമായത്, ഞാൻ മുസ്ലിമായത്. എന്താ ഇത്? ഇത്ര അത്ഭുതമുള്ള വാക്യമാണോ? വമൻ യുതിഇല്ല, അല്ലാഹുവിനെ അനുസരിച്ചാൽ, വറസൂലഹു നബിതങ്ങളെ അനുസരിച്ചാൽ, രണ്ടും ഒന്നല്ലേ? അങ്ങനെ ചിന്തിക്കാം. പിന്നെ വയഖ്ശല്ലാഹ അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ, വയത്തഖിഹി അല്ലാഹുവിനെ സൂക്ഷ്മത പാലിച്ചാൽ, ഇതൊക്കെ ഒന്നല്ലേ? ഖുർആനിൽ ആവർത്തനം വരാൻ പാടില്ലല്ലോ. ഖുർആൻ ഒരു വാക്യം പോലും ആവർത്തിച്ചിട്ടില്ല. ഇനി ആവർത്തിച്ചതൊക്കെ അതിന് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്, അതിന് അർത്ഥങ്ങളുണ്ട്, അതിന് വ്യാഖ്യാനങ്ങളുണ്ട്. ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറഞ്ഞു, സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവേ, ഞാൻ മനസ്സിലാക്കിയ 4 കാര്യങ്ങൾ. വമൻ യുതിഇല്ലാഹ അല്ലാഹുവിനെ അനുസരിച്ചാൽ എന്ന് പറഞ്ഞാൽ, ഫിൽ ഫറായിദി നിർബന്ധമായ കാര്യങ്ങൾ അല്ലാഹുവിന് വേണ്ടി ചെയ്താൽ. ഒന്നാമത്തെ കാര്യം വമൻ യുതിഇല്ലാഹ അല്ലാഹുവിനെ അനുസരിച്ചാൽ, ഫിൽ ഫറായിദി ഫർളായ കാര്യങ്ങളൊക്കെ ചെയ്താൽ. പിന്നെ പറഞ്ഞു വറസൂലഹു മുത്തുനബിയെ വഴിപ്പെട്ടാൽ, നബി തങ്ങളെ വഴിപ്പെട്ടാൽ, അതായത് സുന്നനി, അതിന്റെ അർത്ഥം ഫിസുന്നതി സുന്നത്തായ കാര്യങ്ങൾ ചെയ്താൽ. ആവർത്തനമില്ല. ഒന്നാമത്തെ ആശയം ഫർളുകൾ ചെയ്താൽ, രണ്ടാമത്തേത് സുന്നത്തുകൾ ചെയ്താൽ, മൂന്നാമത്തെ കാര്യം വയഖ്ശല്ലാഹ അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ, അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ, ഫീമാ മളാ അവന്റെ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചാൽ. മുഅ്മിനീങ്ങളെ, നമ്മൾ സ്വയം വിചാരണ നടത്തേണ്ട വിശുദ്ധമായ റമദാൻ മാസത്തിലാണ്. അല്ലാഹു നമുക്ക് ഹൃദയത്തിൽ തഖ്വയും വറഉം നൽകുമാറാവട്ടെ. അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫീമാ മളാ അവന്റെ കഴിഞ്ഞുപോയ ആയുസ്സിലെ ഓരോ സെക്കൻഡുകളെ കുറിച്ചും ചിന്തിച്ചാൽ, അല്ലാഹുവേ ഇത്രയും കാലം ഞാൻ ജീവിച്ചു, നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചിന്തയുണ്ടായാൽ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മുടെ ആയുസ്സിലെ ഓരോ സെക്കൻഡുകളെ കുറിച്ചും നമുക്ക് ലഭിച്ച സമ്പത്തിലെ 1 രൂപയുടെ നാണയത്തുട്ട് വരെ അതിന് മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയണം. ഓരോ സെക്കൻഡുകൾ 1,00,000 രൂപയുണ്ടെങ്കിലേ വിചാരണയുള്ളൂ എന്നില്ല. സമ്പത്തിനെ കുറിച്ച് റസൂൽ പറഞ്ഞത് ഓരോ നാണയത്തുട്ടിനും നമുക്ക് വന്ന 1 രൂപയാണെങ്കിൽ 1 രൂപ അതെങ്ങനെ വന്നു, അതെങ്ങനെ പോയി, അതിനെക്കുറിച്ച് കൃത്യമായി റബ്ബിന്റെ കോടതിയിൽ മറുപടി പറഞ്ഞില്ലെങ്കിൽ രക്ഷയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഹലാലിന്റെ സ്വത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ ആയുസ് അവന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഭയപ്പെട്ടാൽ, പടച്ചോനെ നിനക്ക് വേണ്ടി എന്തു ചെയ്തു, തൗബയോടെ പിന്നെ മടങ്ങി. അങ്ങനെയാണെങ്കിൽ വയത്തഖി നാലാമത്തെ കാര്യം അവന് വേണ്ടി തഖ്വ ചെയ്താൽ.
മുത്തഖിയായാൽ, ഹൃദയത്തിൽ തഖ്വയുണ്ടായാൽ അതിന്റെ അർത്ഥം ഫീമാ യഅതി, അല്ലാഹുവേ ഇനി വരാനുള്ള കാലം നീ എത്ര സമയമാണോ എനിക്ക് കണക്കാക്കിയത് അത്രയും സമയം നിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന തഖ്വയുടെ ദൃഢപ്രതിജ്ഞയെടുത്താൽ ഈ 4 കാര്യം ഇപ്പൊ ഇപ്പോൾ ആവർത്തനമില്ല. ഈ 4 കാര്യങ്ങൾ യഥാർത്ഥ വിജയികളുടെ അടയാളങ്ങളാണ്. അത് കണ്ടപ്പോഴാണ്, ഖുർആനിന്റെ ഈ സൂക്തം മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. 2 കാലിൽ ഇത്രയും കാലം അള്ളാന്റെ ഭൂമിയിൽ നടന്നപ്പോ എനിക്ക് ഇസ്ലാം മനസ്സിലായില്ല, അള്ളാഹിനെ കുറിച്ച് മനസ്സിലായില്ല, ഖുർആൻ മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കി. ആ സന്തോഷം കൊണ്ട് ചെയ്തതാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആ സഹോദരൻ പറയുകയാണ്, മുഅ്മിനീങ്ങളെ, ഇതാണ് ഖുർആൻ. ഒരു സൂക്തത്തിൽ തന്നെ വലിയ വലിയ ആശയങ്ങൾ. അതുകൊണ്ടാണ് ഇത് അതുല്യമായ ഗ്രന്ഥമാണ്. ഇതിന്റെ പാരായണത്തിന് എത്ര പ്രതിഫലമാണ്. ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് ഹദീസുകൾ. അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ പാരായണം നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് റമദാനാണ്, റമദാനിൽ തന്നെ ഒരു ഖത്തം തീർക്കാൻ പ്രയാസമാണ്. പക്ഷേ നമ്മുടെ മുൻഗാമികളെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ, മഹാനാകുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, ആ റഈസുൽ മുഫസ്സിരീനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു റമദാനിൽ 100 ഖത്തം പൂർത്തിയാക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്, 100 ഖത്തം പൂർത്തിയാക്കും സയ്യിദനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഒരു റമദാനിൽ 100 ഖത്തം. ഒരു ദിവസം എത്ര ഖത്തം തീർക്കും? മഹാനാകുന്ന മദ്ഹബിന്റെ ഇമാം അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു ഓരോ റമദാനിലും 61 തവണ ഖത്തം തീർക്കും. 61 തവണ. എങ്ങനെ 61? ഫീ കുല്ലി യൗമിൻ ഖത്മുൻ, ഓരോ പകലിലും ഓരോ ഖത്തം. സുബ്ഹാനല്ലാഹ്, റമദാനിലെ ഓരോ പകലിലും ഓരോ ഖത്തം. വഫീ കുല്ലി ലൈലത്തിൻ ഖത്മുൻ, ഓരോ രാത്രിയിലും ഓരോ ഖത്തം. 30 × 2 60. ഓരോ പകലിലും ഒരു ഖത്തം, ഓരോ രാത്രിയും ഒരു ഖത്തം. 61ാമത്തെ ഖത്തം. വഫീ കുല്ലി തറാവീഹ് ഖത്മുൻ, മുഴുവൻ തറാവീഹുകളിലുമായി ഒരു ഖത്തം. അങ്ങനെ 61 ഖത്തം പൂർത്തിയാക്കാറുണ്ട് മദ്ഹബിന്റെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. നമ്മുടെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആവട്ടെ, ഇമാം ശാഫിഈ തങ്ങൾ ഒരു റക്അത്തിൽ ഖത്തം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു റക്അത്തിൽ ഖത്തം പൂർത്തിയാക്കിയ ഇമാമാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാം, മഹാനാകുന്ന ഇമാമുന ശാഫിഈ. ഒരൊറ്റ റക്അത്തിൽ. എപ്പോഴാ തുടങ്ങുക? രാത്രി തുടങ്ങും. ആ നിസ്കാരം അവസാനിക്കുമ്പോൾ രാവിലെ സുബഹി ബാങ്ക് കൊടുക്കും. അങ്ങനെയാണ് മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. പല ആളുകൾക്കും ഇമാം ശാഫിഈ തങ്ങളെ സ്വീകാര്യമല്ല, ഇമാം ശാഫിഈ തങ്ങളുടെ വാക്ക് സ്വീകാര്യമല്ല. പക്ഷെ ആരാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു? ഒരു റക്അത്തിൽ ഖത്തം പൂർത്തിയാക്കിയ പണ്ഡിതനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. മഹാനാകുന്ന തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മഹാനാകുന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മഹാന്മാരാകുന്ന ഒരുപാട് സഹാബാക്കൾ, അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെയും ഓരോ ദിവസവും ഓരോ രാത്രിയും ഓരോ ഖത്തം പൂർത്തിയാക്കാറുണ്ട്. റമദാനിൽ മാത്രമല്ല പല ദിവസങ്ങളിലും ഒരൊറ്റ റക്അത്തിലായി ഖത്തം പൂർത്തിയാക്കിയവരാണ് മഹാന്മാരാകുന്ന ഉസ്മാൻ തങ്ങൾ, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, മഹാന്മാരാകുന്ന ആളുകളൊക്കെയും ഒരുപാട് ഖത്തം പൂർത്തിയാക്കിയവർ. സുബ്ഹാനല്ലാഹ്, മഹാന്മാരാകുന്ന മുൻഗാമികൾ. ഒരുപാട് ആളുകൾ ചോദിച്ചു, എന്താ നിങ്ങൾ ഉറങ്ങാത്തത്? മഹാനാകുന്ന ഒരു സൂഫിവരനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഉറങ്ങാത്തത്? അദ്ദേഹം പറഞ്ഞു, അജായിബുൽ ഖുർആൻ, ഖുർആനിന്റെ അത്ഭുതങ്ങൾ കാണുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്ക് ഖുർആനിന്റെ അത്ഭുതം കാണുമ്പോൾ എനിക്ക് ഉറക്കം വരില്ല, എങ്ങനെ ഉറങ്ങാൻ സാധിക്കാം? എന്നിട്ട് അദ്ദേഹം ചോദിക്കാൻ, വയാ ഹഫദത്തുൽ ഖുർആൻ, ഖുർആൻ മനപ്പാഠമാക്കിയവരെ, അതേ അത്ഭുതത്തോട് ചോദിക്കാൻ, ഖുർആൻ മനപ്പാഠമാക്കിയവരെ നിങ്ങൾ എങ്ങനെയാ ഉറങ്ങുന്നത്? ഫീ ഖുലൂബികും ഖുർആൻ, നിങ്ങളുടെ ഖൽബിൽ ഖുർആനില്ലേ, പിന്നെ എങ്ങനെയാ നിങ്ങൾ ഉറങ്ങുന്നത്? ഖുർആനിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് എവിടെയാ സമയം? സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതാണ് നമ്മുടെ മുൻഗാമികൾ. ഹബീബായ റസൂലിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് അവസാനം പറയാം. പുണ്യ നബിയുടെ ഖിറാഅത്ത് എങ്ങനെയാണ്?
ഖിറാഅത്ത് കേട്ടാൽ റസൂലുള്ളാഹിന്റെ അവസ്ഥ എങ്ങനെയാണ്? മുഅ്മിനീങ്ങളെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോ ഹർഫിനും പ്രതിഫലം, ഓരോ അക്ഷരത്തിനും പ്രതിഫലം. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാല ലികുല്ലി ഹർഫിൻ ഹസനത്തുൻ, എല്ലാ ഹർഫിനും ഹസനത്തുണ്ട്, എല്ലാ അക്ഷരത്തിനും ഹസനത്ത്. എന്താ ഈ ഹസനത്ത് എന്ന് പറഞ്ഞാൽ? മലയാള ഭാഷയിലേക്ക് ഭാഷാന്തരം നടത്തി അതിന് നന്മ എന്നൊക്കെ പറയാം, പുണ്യം എന്നൊക്കെ പറയാം. പക്ഷെ എന്താണ് ഈ പുണ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ലികുല്ലി ഹർഫിൻ ഹസന, ഓരോ ഹർഫിനും ഹസനത്തുണ്ട്. എന്നിട്ട് മുത്തനബി പറഞ്ഞു, ലാ ഖൂല അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നുള്ളത് ഒരൊറ്റ ഹർഫെന്ന് ഞാൻ പറയില്ല, പക്ഷേ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, ഇതൊക്കെ ഓരോ ഹർഫാണ്. എന്നിട്ട് നബി തങ്ങൾ പറയാൻ, ഓരോ ഹർഫിനും ഓരോ ഹസനത്ത്, ഓരോ ഹസനത്തോ ബിഅശ്രി അംസാലിഹാ, ഓരോ ഹസനത്തിനും 10 ഇരട്ടിയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓരോ ഹർഫിനും ഒരു ഹസനത്ത്, ഓരോ ഹസനത്തോ ബിഅശ്രി അംസാലിഹാ, അതിന്റെ 10 ഇരട്ടിയാണ്, അതിന് വലിയ പ്രതിഫലമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു ഹദീസ്, ഹാഫിളീങ്ങളായ മക്കളുള്ളവർ സന്തോഷിക്കണം, ഹാഫിളീങ്ങളായ മക്കളുള്ളവർ സന്തോഷിക്കണം. ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബി റിപ്പോർട്ട് ചെയ്യുന്നു, അൽ മാഹിറു ബിൽ ഖുർആൻ മഅസ് സഫറത്തിൽ കിറാമിൽ ബററ والذي يقرأ القرآن ويتأتع فيه وهو عليه شاق فله أجران. الماهر القرآن, ഖുർആൻ നന്നായി പഠിച്ചവൻ, ഖുർആനിന്റെ അർത്ഥമനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ, ഖുർആൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ സദസ്സ് അതിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ, ദീനീ വിജ്ഞാനങ്ങൾ പഠിക്കാനാണ് ദിവസവും നമ്മൾ ഈ സദസ്സ് എത്തിച്ചേരുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽ മാഹിറു ബിൽ ഖുർആൻ, ഖുർആനിനെ എക്സ്പേർട്ടായവർ, ഖുർആൻ നന്നായി അറിയാം, അതിന്റെ അർത്ഥങ്ങൾ അറിയാം, അതിന്റെ വ്യാഖ്യാനം അറിയാം, തജ്വീദോടുകൂടെ ഖുർആൻ ഓതാൻ അറിയാം, ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്. അവർ ആരുടെ കൂടെയാണ്? മഅസ് സഫറത്തിൽ കിറാമിൽ ബററ, മലായികത്തുകളുടെ, അല്ലാഹുവിന്റെ നൂറ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലായികത്ത്, ആ മലായികത്തിൽ തന്നെ ഏറ്റവും സഫറത്തായ, ഏറ്റവും നല്ലവരായ മലായികത്തുകളുടെ കൂടെയാണ്. വല്ലദീ യഖറഉൽ ഖുർആൻ, പക്ഷെ അതല്ലാത്ത നല്ല എക്സ്പേർട്ട് ഒന്നുമല്ല, പക്ഷേ ഖുർആൻ ഓതുന്നവൻ എങ്ങനെയാണ് ഓതുന്നത്? വയതഅതഉ ഫീഹി, പ്രയാസത്തോടുകൂടെ ഓതുന്നവനാണ്, കൃത്യമായിട്ട് തജ്വീദ് അറിയാം, എന്നാലും ഖുർആൻ ഓതാൻ ശ്രമിക്കുന്നവനാണ്, ഖുർആൻ പാരായണത്തിന് ശ്രമിക്കുന്നവനാണ്, പ്രയാസത്തോട് കൂടെയാണെങ്കിലും വഹുവ അലൈഹി ഷാഖ്, അത് ഓതാൻ പ്രയാസമുണ്ട്, എന്നാലും ഫലഹു അജ്റാനി, അവൻക്കും 2 പ്രതിഫലമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു ഹദീസ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖൈറുക്കും, നിങ്ങളിൽപ്പെട്ട ഏറ്റവും ഉത്തമൻ, ഏറ്റവും കൂടുതൽ ഖൈർ ലഭിക്കുന്നവൻ. ഒരുപാട് വ്യാഖ്യാനമുണ്ട്. ഖൈറുക്കും, നിങ്ങളിൽപ്പെട്ട ഏറ്റവും ഉത്തമൻ, അതായത് ഏറ്റവും കൂടുതൽ ഖൈർ ലഭിക്കുന്നവൻ ആരാണ്? മൻ തഅല്ലമൽ ഖുർആന, ഖുർആൻ പഠിച്ചവനാണ്, വഅല്ലമഹു, അതിനെ പഠിപ്പിച്ചവനുമാണ്. ഖുർആനിൽ വേറൊരു ആയത്തുണ്ട്, വമൻ യുഅതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറ കസീറാ, വമൻ യുഅതൽ ഹിക്മത, വിജ്ഞാനം നൽകപ്പെട്ടാൽ, ഖുർആനിനെ കുറിച്ചുള്ള ഹിക്മത്ത് നൽകപ്പെട്ടാൽ, ദീനീ വിജ്ഞാനം നൽകപ്പെട്ടാൽ, ഫഖദ് ഊതിയ, അവൻക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഖൈറൻ കസീറ, ധാരാളമുള്ള നന്മകൾ. മനോഹരമായ ഒരു വാക്യാണ്. നമ്മുടെ പള്ളിയിലൊക്കെ, നമ്മുടെ ജാമിയ ജൂനിയർ കോളേജ് പ്രകാരം നമ്മുടെ കോളേജ് നടക്കുന്നുണ്ട്, മുതഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ട്. അല്ലാഹു ഉന്നതമായ വിജയം നൽകുമാറാവട്ടെ, പഠന പുരോഗതി നൽകുമാറാവട്ടെ. ഖുർആൻ പഠിക്കുക, ദീനീ വിജ്ഞാനം പഠിക്കുക, വലിയ പുണ്യം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നബി തങ്ങൾ പറഞ്ഞത്, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവർ നിങ്ങൾ ഏറ്റവും ഉത്തമൻ. വിശുദ്ധമായ ഖുർആൻ, വമൻ യുതൽ ഹിക്മ, ഹിക്മത്ത് നൽകപ്പെട്ടവൻ, ദീനീ വിജ്ഞാനം നൽകപ്പെട്ടവൻ, ഖുർആനിനെ കുറിച്ച് അറിവുള്ളവൻ, ഫഖദ് ഊതിയ, അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഖൈറൻ, നന്മകൾ, കസീറൻ, ധാരാളം. അൽ ഖൈർ എന്ന് പറയുന്നതും ഖൈറൻ എന്ന് പറയുന്നതിനും അറബ് ഭാഷയിൽ അർത്ഥം വ്യത്യാസമുണ്ട്. അൽ ഖൈർ എന്ന് മഅരിഫയാക്കി പറയുമ്പോൾ അൽ ഖൈർ എന്നാണെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു ഖൈർ എന്ന ഉദ്ദേശമുള്ളൂ. അതിന്റെ തൊട്ട് മുമ്പ് പറയപ്പെട്ട ഒരു നന്മയാവാം, അതല്ലെങ്കിൽ ആഖിറത്തെ നന്മ മാത്രമാവാം. പക്ഷേ ഇവിടെ പ്രയോഗിച്ചത്
ഖുർആനിനെ കുറിച്ചുള്ള ജ്ഞാനം നൽകപ്പെട്ടാൽ, മതവിദ്യാഭ്യാസമുണ്ടായാൽ അത് ഊത്തിയ അവൻ നൽകപ്പെട്ടിരിക്കുന്നു ഖൈറൻ, ഒരുപാട് നന്മകൾ. ഏതാണെന്നില്ല, ആഖിറമെന്നോ ദുനിയാവോ എന്നില്ല. മഹാന്മാർ വിശദീകരിക്കുന്നു, ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മകൾ ലഭിക്കും. കസീറൻ, ധാരാളം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതാണ് ഖുർആൻ പഠിച്ചാലുള്ള മെച്ചം. ഇനി മുഅ്മിനീങ്ങളെ, ഒരുപാട് പ്രതിഫലം. ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, ഖുർആൻ ഹുദയാണ്, സന്മാർഗമാണ്. നിങ്ങളുടെ ഹൃദയ രോഗങ്ങൾക്കുള്ള ശിഫയാണ്, രോഗശമനമാണ്. വിശുദ്ധമായ ഖുർആൻ ഇൻഷാ അല്ലാഹ് പറയാം. രോഗശമനവുമാണ് ഖുർആൻ ഇൻഷാ അല്ലാഹ്. രോഗശമനം ഖുർആനിലുണ്ടോ ചിന്തിക്കുന്നവരുണ്ട്. ഖുർആൻ കൊണ്ട് മന്ത്രിക്കാൻ പറ്റുമോ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. സ്വഹീഹായ ഹദീസ് പറയാം. സ്വഹീഹായ ഹദീസ്. അതിന്റെ മുമ്പ് നമുക്കൊക്കെ ഏറ്റവും രക്ഷപ്പെടേണ്ടത് ഖിയാമിലാണ്. യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ഏതാണ് ആ ദിവസം? മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണ നേരിടേണ്ടവരാണ്. ഒരു ചാൺമുകളിൽ സൂര്യൻ കത്തിജ്വലിക്കുന്ന ദിവസം, വിയർപ്പിൽ മുങ്ങിത്താഴുന്ന ദിവസം. എല്ലാവരും പറയുന്നത് സ്വർഗമായാലും പ്രശ്നമില്ല, നരകമായാലും പ്രശ്നമില്ല, ഈ ഹിസാബൊന്ന് തുടങ്ങിയിരുന്നെങ്കിൽ. സ്വർഗായാലും പ്രശ്നമില്ല, നരകായാലും പ്രശ്നമില്ല, ഈ ഹിസാബൊന്ന് തുടങ്ങിയിരുന്നെങ്കിൽ, ഈ വിചാരണയൊന്ന് ആരംഭിച്ചിരുന്നെങ്കിൽ. നമ്മളൊക്കെ വേദനിക്കുന്ന ദിവസം, ഏറ്റവും ദുൽമത്തുള്ള ദിവസം. ഇത്തഖൂ ദുൽമാതി യൗമൽ ഖിയാമ. നബി പറഞ്ഞതോ, നിങ്ങൾ ആഖിറത്തിൽ ഇരുട്ടൊന്നും പേടിക്കേണ്ട. ഇവിടെ ഇരുട്ടുള്ള ഇവിടുത്തെ ഇരുട്ടോ അന്ധതയോ പേടിക്കേണ്ട. ദുൽമാതി യൗമൽ ഖിയാമ, ഖിയാമിന്റെ ഇരുട്ടാണ് പേടിക്കേണ്ടതെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ ദിവസം? ഏതാണ് ആ ദിവസം? ദുനിയാവിൽ വെച്ച് നമ്മളൊക്കെ പരസ്പരം ആശ്രയിക്കുന്നവരാണ്, പരസ്പരം സ്നേഹിക്കുന്നവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരാണ്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് തുണലായി ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് കൂട്ടിനുണ്ട്. പക്ഷേ ആരാരും സഹായിക്കാനില്ലാത്ത സമയം. ഏതാണ് ആ സമയം? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീ. അല്ലാഹു നമുക്ക് ഹിസാബില്ലാതെ സുഖലോക സ്വർഗം കാണാൻ തൗഫീഖ് നൽകട്ടെ. ഖുർആനാ പറയുന്നത്. അന്ത്യനാളിന്റെ രംഗം എങ്ങനെയാണ്? യൗമ യഫിറുൽ മർഉ, യൗമ, ആ ദിവസം. യഫിറുൽ മർഉ മിൻ അഖീഹി, സ്വന്തം സഹോദരനെ കാണുമ്പോ സഹോദരൻ ഓടി ഒളിക്കും. മുഅ്മിനീങ്ങളെ, ദുനിയാവിലാകുമ്പോ നമ്മെ സഹായിക്കാൻ നമ്മുടെ രക്ഷിതാക്കളുണ്ട്, നമ്മുടെ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ ഭാര്യയുണ്ട്, വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. പക്ഷേ ആഖിറത്തിൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, നമ്മുടെ സ്വന്തം രക്തത്തിൽ പിറന്ന സഹോദരൻ ഓടിയൊളിക്കും. അവൻ പറയും, നഫ്സി, നിന്റെ കാര്യം മാത്രം, നീ നിന്റെ കാര്യം, നമ്മൾ തമ്മിൽ ബന്ധമില്ല, എനിക്ക് നിന്നെ കാണേണ്ട. അങ്ങനെ സഹോദരൻ പോകും. ഇത് പറയുന്നത് ഖുർആനാണ്, ഇത് പറയുന്നത് റബ്ബിന്റെ കലാമാണ്. പിന്നെ ആര്? വ ഉമ്മിഹി വ അബീഹി, നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമ്മയില്ലേ, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മ, 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മ. എത്ര പ്രായം ചെന്നാലും ആ ഉമ്മയുടെ വേദന നമ്മുടെ വേദനയാണ്. നമുക്ക് വേണ്ടിയാണ് ഉമ്മ. ആ ഉമ്മാക്ക് പറയാനുള്ളത് പൊന്നുമോനെ എന്ന വാക്കാണ്. എത്ര ഉയർന്നാലും എത്ര പ്രായം ചെന്നാലും മോനെ എന്ന് വിളിക്കുന്ന ഉമ്മ, ആ ഉമ്മ പറയും, മോനെ, ഇന്ന് എനിക്ക് നിന്നെ കാണേണ്ട. ഉമ്മിഹി, ഉമ്മയും പോകും. അവന്റെ പ്രിയപ്പെട്ട പിതാവും, ചോരനീരാക്കി അധ്വാനിച്ചത്, ഒരായുസ് മുഴുവനും കഷ്ടപ്പെട്ടത്, മരുഭൂമിയിൽ ചെന്ന് കഷ്ടപ്പെട്ടത് തന്റെ മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ മക്കളെ കണ്ടാൽ ഉപ്പ പറയും, നിങ്ങളെ എനിക്ക് കാണേണ്ട. പിന്നെ ആരാണ്? വസാഹിബതിഹി വബനീ, ഇന്നലെ രാത്രി നമ്മുടെ കൂടെ കിടന്ന നമ്മുടെ ഭാര്യ, നമ്മുടെ എല്ലാ സുഖങ്ങളും അറിയുന്ന നമ്മുടെ ഇണ, നമ്മുടെ എല്ലാ ദുഃഖങ്ങളിലും പങ്കാളിയായ നമ്മുടെ പ്രിയപ്പെട്ടവൾ, അവൾ പറയും, നിങ്ങളെ എനിക്ക് കാണേണ്ട. ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, നമ്മൾ തമ്മിൽ കാണേണ്ട. എല്ലാവർക്കും പറയാനുള്ളത് നഫ്സി. ഭാര്യ പോയി, ഉപ്പ പോയി, ഉമ്മ പോയി, വേണ്ടപ്പെട്ടവരൊക്കെ പോയി, സഹോദരൻ പോയി, കൂട്ടുകാർ പോയി. പിന്നെ ആരാ ഉള്ളത്? വബനീ, നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളില്ലേ, ആ മക്കളും പറയുന്നത് ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീ,
ആർക്കും തന്റെ കൂടപ്പിറപ്പിന്റെ കാര്യം പറയാനില്ല. എല്ലാവർക്കും പറയാനുള്ളത് നഫ്സി നഫ്സി എന്ന് മാത്രം. ആ സമയത്ത് നമുക്ക് തണലായി വരും, നമുക്ക് കൂട്ടിന് വരും, നമുക്ക് ശുപാർശകനായി വരും. ഏറ്റവും വലിയ ഭയവിക്കലമായ സമയം സ്വാദിഖേ മസ്ദൂഖ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പോവട്ടെ എല്ലാവരും പോയി. നമ്മുടെ കൂടപ്പിറപ്പുകളും നമുക്ക് വേണ്ടപ്പെട്ടവരും ഒക്കെ ഒഴിവാക്കും. നമ്മുടെ തടി നമ്മുടെ കൂടെയാണോ? നമ്മുടെ ശരീരം പോലും നമുക്കെതിരാണ്. രാവിലെ കിലോമീറ്ററുകൾ നടക്കും, കിലോമീറ്ററുകൾ നടന്ന് വ്യായാമം ചെയ്ത് കൃത്യമായി സംരക്ഷിക്കുന്ന നമ്മുടെ തടിയില്ലേ ശരീരം, എന്ത് സംഭവിച്ചാലും എത്ര രൂപ ചെലവഴിച്ചാലും നമ്മുടെ തടി നോക്കാൻ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ആ തടി പോലും നമുക്കെതിരാണെന്ന് വിശുദ്ധമായ ഖുർആൻ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നമ്മുടെ വായകൾ സംസാരിക്കുകയില്ല, നമ്മുടെ വായകൾ സംസാരിക്കുകയില്ല, നമ്മുടെ വായകൾക്ക് സീല് വെക്കപ്പെടും. പിന്നെയോ വനഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം, അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കും. നമ്മുടെ കൈകൾ, നമ്മുടെ രണ്ട് കാലുകൾ, വതശ്ഹദു അർജുലുഹും, അവരുടെ പാദങ്ങൾ, അവരുടെ കാലുകൾ അവർക്കെതിരെ സാക്ഷി നിൽക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹറാമ് പിടിച്ച കൈയാണിത്, ഹറാമിലേക്ക് നടന്ന കാലാണ്, ഹറാമ് കണ്ട കണ്ണാണ്, ഹറാമ് കേട്ട ചെവിയാണ്. നമുക്കെതിരെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അള്ളാന്റെ കോടതിയിൽ സാക്ഷി നിൽക്കുമെന്ന് വിശുദ്ധമായ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആ സമയത്ത് നമുക്ക് തുണയായി വരും ആര്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒരാൾ വരും ആര്? അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം നമുക്ക് തൗഫീഖ് നൽകട്ടെ. അന്നബി ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പുണ്യ നബി പറയുന്നത് ഞാൻ കേട്ടു, ഇഖ്റഉൽ ഖുർആൻ, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ മരിക്കുന്നതിന്റെ അവസാനത്തെ നിമിഷം വരെ പരമാവധി ഖുർആൻ പാരായണം നടത്തൂ, ഖുർആൻ ഓതൂ. ഫഇന്നഹു, നിശ്ചയമായും അത് യഅതി, അത് വരും, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, ശഫീഅൻ, ശുപാർശകനായി, ലി അസ്ഹാബി, ഖുർആനിന്റെ അസ്ഹാബിന് ശുപാർശകനായി വരും വിശുദ്ധമായ ഖുർആൻ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്ത് നമുക്ക് ശുപാർശകനായി വരും ആര്? വിശുദ്ധമായ ഖുർആൻ. ഇനി ഒരു ഹദീസും കൂടെ അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു. എങ്ങനെയാ ഖുർആൻ വരിക? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അന്ത്യനാളിൽ ഒറ്റപ്പെടുന്ന സമയം നമുക്ക് ശുപാർശകനായി അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു വേറൊരു ഹദീസ് ഖാല, പുണ്യ നബി പറഞ്ഞു, യജിഉൽ ഖുർആൻ, ഖുർആൻ വരും, ഖുർആൻ വരും, അല്ലാഹുവിന്റെ കലാം വരും. ഇതെന്റെ സ്വാഹിബാണ്, ഇതെന്റെ സ്വാഹിബാണ്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വരും. വയഖൂലുൽ ഖുർആൻ, എന്നിട്ട് ഖുർആൻ പറയും, യാ റബ്ബി, റബ്ബേ, അല്ലാഹുവേ, ഹുല്ലഹു, അല്ലാഹു അയാളെ നീ ആദരിക്കണേ, അദ്ദേഹത്തെ നീ ആദരിക്കണേ, അദ്ദേഹത്തെ നീ ബഹുമാനിക്കണേ എന്ന് റബ്ബിനോട് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അപ്പോഴോ ഫയൽബിസു താജൽ കറാമ, ആദരവിന്റെ കിരീടം അവന്റെ തലയിൽ ധരിപ്പിക്കപ്പെടും. വയഖൂലു, അപ്പൊ ഖുർആൻ പറയും, യാ റബ്ബി, റബ്ബേ, പോരാ, ഇത് പോരാ, എന്നെ പാരായണം നടത്തിയവനാണ്, എന്റെ സ്വഹീബാണ്, എന്റെ സ്വഹിബാണ്, സിദ്ഹു, അവൻക്ക് നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. പടച്ചോനെ, ഈ താജിൽ കറാമത്ത് മാത്രം പോരാ, ഈ ആദരവിന്റെ കിരീടം മാത്രം പോരാ, സിദ്ഹു, നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അപ്പോഴോ ഫയൽബിസു ഹുല്ലത്തൽ കറാമ, വീണ്ടും ആദരവിന്റെ ആഭരണങ്ങൾ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആഭരണങ്ങൾ ധരിപ്പിക്കപ്പെടും. വയഖൂൽ, അപ്പോഴും ഖുർആൻ പറയും, യാ റബ്ബി, റബ്ബേ, പോരാ, ഇർളാ അൻഹു, നീ അവനെ തൊട്ട് തൃപ്തിപ്പെടണേ അല്ലാഹ്, നീ അവനെ തൊട്ട് തൃപ്തിപ്പെടണേ. അല്ലാഹുവിന്റെ റിളാ ആണ് ഏറ്റവും വലുത്, അല്ലാഹുവിന്റെ റിളാ ലഭിക്കലാണ് ഏറ്റവും വലുത്. സ്വർഗത്തിനേക്കാൾ നമ്മുടെ മഹാന്മാരാകുന്ന സൂഫി വര്യന്മാർ, ആരിഫീങ്ങൾ, ഔലിയാക്കൾ, അവരൊക്കെ ലക്ഷ്യമിട്ടത് അല്ലാഹുവിന്റെ റിളാ ആണ്. അതാണ് റാബിഅത്തുൽ അദവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുവേ, നീ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു, എനിക്ക് പ്രശ്നമില്ല, അഗ്നി ഉണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു, എനിക്ക് പ്രശ്നമില്ല, നിന്റെ തൃപ്തി കൊണ്ടാണ് എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്, എനിക്ക് പ്രശ്നമില്ല. മറിച്ച് റബ്ബേ,
നീ എന്നെ സ്വർഗത്തിലേക്ക് വിടേണ്ട, നീ എന്നെ നരകത്തിലേക്ക് ഇട്ടോ, നിന്റെ തൃപ്തി ഏതാണെങ്കിൽ നിന്റെ റിള എനിക്ക് മതി, നിന്റെ സ്വർഗമല്ല എനിക്ക് താല്പര്യമെന്ന് റാബിഅത്തുൽ അദവിയ്യ അവരുടെയൊക്കെ താല്പര്യം എന്താണ്? അള്ളാഹുവിന്റെ റിള. ആ റിള ലഭിക്കാൻ ഖുർആൻ ശുപാർശ നടത്തും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. യാ റബ്ബി റളഅൻ, അല്ലാഹുവേ ഇയാൾക്ക് നീ നിന്റെ റിള കൊടുക്കണം, തൃപ്തിപ്പെടണം. ഫയറല്ലാഹു അൻഹു, അവനെ തൊട്ടല്ലാഹു തൃപ്തിപ്പെടും. ആ തൃപ്തി ലഭിച്ച എന്താ വെച്ചം? നമ്മുടെ ഖബറിൽ, നമ്മുടെ ശരീരം വെക്കുമ്പോ സമയത്ത് നമുക്ക് വേണ്ടി മറ്റൊരാൾ, പള്ളിയിലെ മറ്റൊരു ഉസ്താദോ ആരെങ്കിലും പാരായണം ചെയ്തെന്ന് വരും. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ആ ശരീരങ്ങളിൽ അള്ളാഹു നമ്മുടെ നഫ്സിനെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു ഇങ്ങോട്ടും, ഈ മനുഷ്യൻ അങ്ങോട്ടും, റാളിയതൻ മർളിയ, ഇങ്ങോട്ടും അങ്ങോട്ടും തൃപ്തിപ്പെടുന്ന ശരീരം. ആ ശരീരം ലഭിക്കാൻ, ആ റിള ലഭിക്കാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം നമുക്ക് വേണ്ടി ശുപാർശ നടത്തുമെന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എതിർ നബി തങ്ങൾ പറയാം, പരമാവധി ഓതിക്കോ, പരമാവധി ഓത്, പരമാവധി ഓതി ഉയരാൻ നോക്ക്. വയസ്ദാദു ലികുല്ലി ആയത്തിൻ ഹസന, ഓരോ ആയത്തിനും ഓരോ ഹർഫിനും ഓരോ ഹസനത്ത് ലഭിക്കും. മാത്രമല്ല പുണ്യനബി പറഞ്ഞു, നീ മരിക്കുന്ന സമയം എത്രത്തോളം ഖുർആൻ ഓതിയിട്ടുണ്ടോ ആ സ്ഥാനത്താണ്, അത്രയും വലിയ സ്ഥാനത്താണ് നീ ആഖിറത്തിൽ ഉണ്ടാവുക എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇനി മറ്റൊന്ന്, കിരീടം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ധാരണ ഉണ്ടാവും. നമ്മുടെ നാടുകളിലൊക്കെ അതിഥികളായി വരുന്ന മന്ത്രിമാർക്കോ വേണ്ടപ്പെട്ടവർക്കൊക്കെ കിരീടം ധരിപ്പിച്ച ഫോട്ടോ നമ്മൾ കാണാറുണ്ട്. ആ കിരീടമല്ല. അൻ സഹ്ൽ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മൻ ഖറഅൽ ഖുർആൻ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ഖുർആൻ പാരായണം നടത്തിയാൽ വ അമില ബിമാ ഫീ, അതനുസരിച്ച് അമൽ ചെയ്താൽ ഉൽബിസ വാലിദാഹു താജൻ യൗമൽ ഖിയാമ, അവന്റെ മാതാപിതാക്കൾക്ക്, അവൻക്ക് മാത്രമല്ല അവന്റെ മാതാപിതാക്കൾക്ക് വിശുദ്ധമായ കിരീടം ധരിപ്പിക്കപ്പെടും എന്ന് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അല്ലാഹു അഹ്സന മിൻ ലൗഇ ശംസ്, അല്ലാഹു ആ കിരീടത്തിന്റെ പ്രകാശം, അതിന്റെ പ്രകാശം അഹ്സന വളരെ നല്ലതാണ്, വളരെ ഉന്നതമാണ്. മിൻ ലൗഇ ശംസി, സൂര്യന്റെ പ്രഭയേക്കാൾ. സൂര്യന്റെ പ്രഭ കൊണ്ടാണ് ഭൂമി മുഴുവനും പ്രകാശിക്കുന്നതെങ്കിൽ ഇവിടെ മുഴുവനും പ്രകാശിക്കുന്നത് സൂര്യനെ കൊണ്ടാണെങ്കിൽ അതിനേക്കാൾ ശക്തമായ പ്രകാശം നിങ്ങൾക്ക് ആഖിറത്തിലെ കിരീടത്തിൽ നിന്ന് ലഭിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഫമാലൻക്കും, എന്നിട്ട് പുണ്യനബി അത്ഭുതത്തോടെ ചോദിക്കുന്നത്, ഫമാലൻക്കും, നിങ്ങളുടെ ചിന്ത എന്താണ്, നിങ്ങളുടെ വിചാരം എന്താണ്? ബില്ലദീ, ഒരുത്തനെ കൊണ്ടുള്ള വിചാരം എന്താണ്? അല്ലദീ അമില ഹാദാ, ഖുർആൻ പാരായണം നടത്തി അതനുസരിച്ച് പ്രവർത്തിച്ചവനെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത എന്താണ്? അവൻ ഉന്നതമായ സ്ഥാനത്താണ്, അത് നിങ്ങൾക്ക് എത്താൻ സാധ്യമല്ല എന്ന് സ്വാദിഖേ മസ്ദൂഖ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു വിശുദ്ധമായ ഖുർആൻ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ, അത് നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാക്കാൻ, റബീആക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുന്നവരെ വല്ലാതെ ബഹുമാനിച്ചിരുന്നു, അവരെ മുന്തിച്ചിരുന്നു. പ്രായഭേദമൊന്നും പ്രശ്നമില്ല. പ്രായമുള്ള ആളാവട്ടെ ചെറിയ ആളാവട്ടെ, ഏറ്റവും ഖുർആൻ ഓതാൻ ആർക്കറിയാം, അയാളെ മുന്തിക്കുമായിരുന്നു ലോകത്തിന്റെ നായകൻ ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടാ നമ്മുടെ ശറഅ് പഠിപ്പിച്ചത് ഏറ്റവും അഖ്റ ആയാൽ, ഏറ്റവും ഖുർആൻ പാരായണം നടത്തുന്നവൻ ഇമാം നിൽക്കട്ടെ എന്ന് നമ്മുടെ ശറഅ് പ്രോത്സാഹിപ്പിക്കുന്നു. അതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിന് വേണ്ടി, ഇസ്ലാമിക മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി ഒരു സംഘത്തെ ഹബീബായ റസൂൽ പറഞ്ഞേക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നയതന്ത്രപരമായി നേരിടേണ്ട യുദ്ധം, അതിലെ അമീറാണ് ഏറ്റവും പ്രധാനം. യുദ്ധത്തിന് പോകുമ്പോ ആ സംഘത്തിന്റെ അമീറിന്റെ കൺട്രോൾ അനുസരിച്ചാണ് സൈന്യ അംഗങ്ങൾ നീങ്ങുക. ഇവിടെ ആരമീറാക്കണം? നബി തങ്ങൾ പറഞ്ഞു, എല്ലാവരും ഖുർആൻ ഓതിക്കോളി. മാ മഅക്കും, നിങ്ങൾക്കറിയുന്ന, നിങ്ങൾക്ക് മനഃപ്പാഠമായ വിശുദ്ധമായ ഖുർആൻ ഓതുവിൻ. ഓരോരുത്തരും ഓതി. അങ്ങനെ ഒരാൾ ഓതി, വഹുവ മിൻ അഹ്ദസി സിൻ, ഏറ്റവും ചെറിയ പ്രായമുള്ള ഒരാൾ, ഏറ്റവും പ്രായം കുറഞ്ഞവൻ,
മാ മഅക, നിങ്ങൾ അത്ഭുതത്തോടെ ചോദിച്ചു, അല്ല നിനക്കെന്തുണ്ട്, നിന്റെ കൂടെ എന്തുണ്ട്, നിനക്കെന്തറിയാം അള്ളാന്റെ കലാമിൽ നിന്ന്? അദ്ദേഹം പറഞ്ഞു കഥാവ കഥ, ഇന്നല്ലതൊക്കെ അറിയാം. സൂറത്തുൽ ബഖറ, എനിക്ക് സൂറത്തുൽ ബഖറയും അറിയാം. കുറെ സൂറത്തറിയാം, കൂട്ടത്തിൽ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയും അറിയാം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു അൽഹംദുലില്ലാഹ് അൻത അമീറുഹും, ഇവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനാണ് നീ, പക്ഷേ നീയാണ് ബഖറ സൂറത്തറിയുന്നവൻ, നീ ഖുർആൻ ഒരുപാട് സൂറത്തറിയല്ലോ. അൻത അമീറുഹും, നീയാണ് ഇവരുടെ നേതാവ്, നീയാണ് ഇവരുടെ നേതാവ്, ഈ യുദ്ധം നയിക്കേണ്ടത് നീയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ഇവൻ കാരണം, ഇവന്റെ പുണ്യം കൊണ്ട്, ഇവനിൽ നിന്നും പരത്തപ്പെടുന്ന പുണ്യം കൊണ്ട് എല്ലാവരും വിജയിക്കും, എല്ലാവർക്കും നന്മയെത്തുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഹാഫിളിന്റെ അടുത്തിരിക്കൽ പോലും നല്ല കാര്യമാണ്. അല്ലാഹു ഹാഫിളിങ്ങളായ മക്കളുള്ളവർക്ക് ഈ ദറജ നൽകുമാറാവട്ടെ, ഈ പ്രതിഫലം നൽകുമാറാവട്ടെ. ഹാഫിളിങ്ങളായ മക്കളെ വളർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്താണ് നബിതങ്ങൾ പറയാ, സൂറത്തുൽ ബഖറ നിനക്കറിയോ, എന്നാൽ നീയാണ് അവരുടെ അമീർ, നീയാണ് അവരുടെ അമീർ. നബിതങ്ങൾ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു. നബിതങ്ങൾ പറഞ്ഞു ഖുർആൻ അറിയുന്നവൻ ഖുർആൻ അറിയുന്നവൻ വലിയൊരു പാത്രം പോലെയാണ്, വലിയൊരു ജാടി പോലെയാണ്. എങ്ങനെ? മഹ്ശൂഉൻ ബിൽ മിസ്ക്, അതിൽ സുഗന്ധം നിറച്ചു വച്ചിരിക്കുന്നു. ആ സുഗന്ധം എത്രത്തോളം പരക്കുന്നുവോ അതുപോലെ ഇവന്റെ ബറക്കത്ത്, ഖുർആൻ മനപ്പാഠമായവന്റെ ബറക്കത്ത് എല്ലാവർക്കും ലഭിക്കുമെന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വേറൊന്ന്, ലോകത്തെ മനുഷ്യന്മാരിൽ ഏറ്റവും ഉന്നതർ പ്രവാചകന്മാരാണ്. ഏറ്റവും ഉന്നതന്മാർ പ്രവാചകന്മാരാണ്. അവർക്ക് അള്ളാഹുവിന്റെ വഹ്യിട്ടവരാണ്, അള്ളാഹു കിതാബ് നൽകിയവരാണ്. പക്ഷേ നുബുവത്തിന്റെ സ്ഥാനത്തെത്താം, നുബുവത്തിന്റെ സ്ഥാനത്തെത്താം എന്തുകൊണ്ട്? നമ്മൾ ഓതുന്ന ഖുർആനില്ലേ, ആ ഖുർആൻ ജീവിതത്തിന്റെ ഭാഗമായാൽ അവൻ ഇസ്തദ്റജൻ നുബുവ, നുബുവത്തിന്റെ സ്ഥാനത്ത് പോലും എത്തുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഖാല മൻ ഖറഅൽ ഖുർആൻ, ഖുർആൻ ഓതിയാൽ, ഖുർആൻ പാരായണം നടത്തിയാൽ ഫഖദ് ഇസ്തദ്റജൻ നുബുവ, നുബുവത്തിന്റെ സ്ഥാനത്തെത്തും. എങ്ങനെ? ബൈന ജംബൈ നുബുവത്തൻ, അവന്റെ രണ്ട് ശരീരത്തിലെ രണ്ട് ഭാഗങ്ങൾക്കിടയിൽ ബൈന ജംബൈഹി. എന്നിട്ട് നബി തങ്ങൾ പറയാണ് അവൻക്ക് വഹയില്ല എന്നേ ഉള്ളൂ, വഹയ് ലഭിക്കുന്നില്ല എന്നേ ഉള്ളൂ. അവൻ ഖുർആൻ പാരായണം കൃത്യമായി അതിന്റെ അദബുകൾ പാലിച്ച്, അതിന്റെ മര്യാദ പാലിച്ച് കൃത്യമായി പാരായണം നടത്തിയാൽ അവൻക്ക് നുബുവത്തിന്റെ സ്ഥാനം പോലും ലഭിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി റസൂലുള്ള പറഞ്ഞു നിങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് ഏറ്റവും മുൻകടക്കുന്നവർ മുത്തഫർരിദീങ്ങളാണ്. ഒരുപാട് ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട്. ആരാണിവർ? അസ്സാകിറൂനല്ലാഹ കസീറ വസ്സാകിറാത്ത്, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവരാണ് ഏറ്റവും സ്വർഗത്തിലേക്ക് മുൻകടക്കുന്നവർ. ഒരുപാട് ദിക്റുകളെ കൊണ്ട് നമ്മുടെ നാവുകൾ നനക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വലിസാനുൻ റത്ബും മിൻ ദിക്രില്ലാഹ്, നാവ് കൊണ്ട് നനഞ്ഞ നാവ് അത് വലിയ ഭാഗ്യമാണ്, അത് മുഅ്മിനിന്റെ വിജയത്തിന്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഫ്ദലുൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ എല്ലാ ദിക്റുകളിലും ഏറ്റവും നല്ല ദിക്ർ ഏതാണ്? മഹാനാകുന്ന സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു സമീഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, അന്ന ഖിറാഅത്തുൽ ഖുർആൻ, നിശ്ചയമായും ഖുർആൻ ഓതൽ അഫ്ളലുൽ ദിക്ർ, അതാണ് ഏറ്റവും നല്ല ദിക്ർ. എങ്ങനെയാണെങ്കിൽ ഇദാ ഉമില ബിഹി, അതനുസരിച്ച് പ്രവർത്തിച്ചാൽ ഏറ്റവും നല്ല ദിക്ർ, ഏറ്റവും ഉന്നതമായ ദിക്ർ വിശുദ്ധമായ ഖുർആനാണ്. ഇനി ഹദീസ് അൻ സമുറത്ത് ഇബ്നു ജുൻദുബ് റളിയല്ലാഹു അൻഹു, വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് പഠിക്കാനും പകർത്താനും തൗഫീഖ് നൽകട്ടെ. അൻ സമുറത്ത് ഇബ്നു ജുൻദുബ് റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി ഒരു റിപ്പോർട്ട്, ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു അഫ്ളലുൽ കലാമി, ഏറ്റവും നല്ല സംസാരം, ഏറ്റവും നല്ല സംസാരം ബഅദൽ ഖുർആൻ, ഖുർആനിന് ശേഷം. അപ്പോൾ ഏറ്റവും നല്ലത് ഏതാണ്? ഏറ്റവും നല്ല കലാം ഖുർആൻ. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും നല്ല കലാം വഹുന്ന, 4 എണ്ണമാണ്.
4 വാക്യങ്ങളാണ്. നമ്മളൊരു വാക്യം പറയുമ്പോൾ വഹുന്ന, അവ 4 എണ്ണം, അവയും ഖുർആനിൽ പെട്ടതാണ്. ഏതാണത്? എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലാ യദുറുക ബിഅയ്യതിഹിന്ന ബദഅത. ആ 4 വാക്യങ്ങൾ ഏതുകൊണ്ട് നീ ആരംഭിച്ചാലും പ്രശ്നമില്ല. ഏതാണത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ 4 എണ്ണം ഉണ്ടല്ലോ, ഇവ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല കലാമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഹബീബായ റസൂലുള്ളാഹ്. മഹാനാകുന്ന ഉറങ്ങാൻ പോകുന്ന സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പുണ്യനബി പറഞ്ഞു, യാ അലി, അലിയേ, നബി തങ്ങൾ പറയാ, ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം നിനക്ക് വിജയിക്കാൻ വേണ്ടി. ആരോട്? ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 4ാമത്തെ ഖലീഫ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്താ കാര്യങ്ങൾ? ഒന്ന്, നബി തങ്ങൾ പറഞ്ഞു, നീ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഹജ്ജ് നിർവഹിക്കണം. സുബ്ഹാനല്ലാഹ്, ഉറങ്ങുന്നതിന് മുമ്പ് ഹജ്ജോ എങ്ങനെ സാധിക്കും നബിയേ? 2ാമത്തെ കാര്യം നബി തങ്ങൾ പറഞ്ഞു, ഉറങ്ങുന്നതിന്റെ മുമ്പ് നീ 4000 ദിർഹം സദഖ നൽകണം. എങ്ങനെയാണ് നബി എനിക്കത് സാധിക്കാം? മഹാനാകുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബിയോ. മൂന്നാമത് നബി തങ്ങൾ പറഞ്ഞു, നീ പരസ്പരം പിണങ്ങി നടക്കുന്നവർക്കിടയിൽ സന്ധി ഉണ്ടാക്കണം, അവർക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കണം. അതും ഉറങ്ങുന്നതിന് മുമ്പ് നീ ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. സുബ്ഹാനല്ലാഹ്, ഒന്നും സാധിക്കാത്ത പ്രവർത്തനം. 4ാമത് പറഞ്ഞു, യാ അലി, അലിയേ, നീ ഉറങ്ങുന്നതിന്റെ മുമ്പ് സ്വർഗം വില കൊടുത്ത് വാങ്ങണം. സുബ്ഹാനല്ലാഹ്, അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള സ്വർഗം ആർക്കാ വില കൊടുത്ത് വാങ്ങാൻ സാധിക്കും നബിയേ? അതെങ്ങനെ സാധിക്കും നബിയേ? അതെനിക്ക് സാധിക്കൂലല്ലോ നബിയേ, അത് അസാധ്യമായ പ്രവർത്തനമാണല്ലോ നബിയേ. സ്വർഗം വില കൊടുത്ത് വാങ്ങാം. പിന്നെ പറഞ്ഞത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വിശുദ്ധമായ ഖുർആൻ ഓരോ രാത്രിയും നീ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഖതം ഓതണം. സുബ്ഹാനല്ലാഹ്, 5 കാര്യവും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളായി ഹബീബായ പുണ്യനബി മഹാനാകുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൽപ്പിക്കുകയാണ്. എങ്ങനെയാണ് സാധിക്കുക നബിയേ? എനിക്കതിന് സാധ്യമല്ലല്ലോ നബിയേ. ആ സമയത്ത് പുണ്യനബി പറഞ്ഞു, ഈ 5 കാര്യങ്ങൾ. 1, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ നീ ഉറങ്ങാൻ കിടക്കുന്ന വിരിപ്പിൽ വെച്ച് ചൊല്ലിയാൽ, ധാരാളം ചൊല്ലിയാൽ നിനക്ക് ഹജ്ജിന് സമാനമായ പ്രതിഫലം, വിശുദ്ധമായ മക്കത്ത് പോയി ഹജ്ജ് ചെയ്തതിന് സമാനമായ പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു നീ 10 സ്വലാത്ത് ചൊല്ലിയാൽ, 10 സ്വലാത്ത് പുണ്യനബിയുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ സ്വർഗം വില കൊടുത്ത് വാങ്ങിയതിന്റെ പ്രതിഫലമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു 10 ഇസ്തിഗ്ഫാർ 10 എണ്ണം. ഇൻഷാ അല്ലാഹ് റഹ്മത്തിന്റെ 10 നമ്മളോട് യാത്ര ചോദിക്കുകയാണ്. മഗ്ഫിറത്തിന്റെ 10 നമ്മിലേക്ക് വരാനിരിക്കുന്നു. അല്ലാഹു റഹ്മത്ത് എഴുതപ്പെട്ടവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ, മഗ്ഫിറത്ത് ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നബി തങ്ങൾ പറഞ്ഞു നീ 10 ആളുകൾക്കിടയിൽ നീ സന്ധി ഉണ്ടാക്കണം. പിണങ്ങി നടക്കുന്നവർക്ക് എന്തുണ്ടാക്കണം? സന്ധി ഉണ്ടാക്കണം. നബി തങ്ങൾ എങ്ങനെയത് മാർഗം? ഇസ്തിഗ്ഫാർ 10 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് നിന്റെ വിരിപ്പിൽ കടന്ന് ചൊല്ലിയാൽ, അത് പിണങ്ങി നടക്കുന്നവർക്കിടയിൽ നീ ഉറങ്ങുന്നതിന്റെ മുമ്പ് അവർക്കിടയിൽ മസ്ലഹത്തുണ്ടാക്കിയ പ്രതിഫലമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ഇനി ഖത്തം ഓതണം. എങ്ങനെയാ ഖത്തം ഓതേണ്ടത്? നബിയേ, ഞാൻ എങ്ങനെ ഓതും? 3 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ, സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം ഓതിയാൽ അത് ഖുർആൻ ഖത്തം തീർത്തതുപോലെയാണ്. ഖുർആൻ ഖത്തം ഓതിയതിന്റെ പ്രതിഫലമെന്നും ലോകത്തിന്റെ നായകൻ ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ. 5ാമത്തെ കാര്യം, 5ാമത്തേത് 4000 ദിർഹം സദഖ നൽകണം. ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പാവപ്പെട്ട മനുഷ്യനാണ്. ഉള്ള സമ്പത്ത് മുഴുവനും ദീനിന്റെ മാർഗത്തിൽ സദഖ നൽകിയ മഹാൻ. അതല്ലേ സ്വഹാബത്തിന്റെ സ്വഭാവം? അങ്ങനെയാണ്.
വലിയ സമ്പന്നനായിരുന്നു. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ സംഭവം കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരണം. അഷ്റഫുൽ ഖൽഖിനെ നേരിട്ട വലിയ സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. എങ്ങനെ ഇറങ്ങിയത്? വിശപ്പ് സഹിക്കാതെ അഷ്റഫുൽ ഖൽഖ് രാത്രി വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. വല്ലതും ലഭിക്കുമോ? 2 കല്ല് കെട്ടിവെച്ചു. ഹബീബായ മുത്തുനബി അവിടുത്തെ വയറ്റിൽ ഓർമ്മയില്ലേ? നമ്മളൊന്നും വിശപ്പ് അനുഭവിച്ചില്ല. നമ്മൾ അനുഭവിക്കാൻ ആകുള്ള സമയം ഈ മാസം വിശുദ്ധമായ റമളാൻ. അപ്പോഴും അനുഭവിക്കില്ല. കാരണം ഇഫ്താറും അതുപോലെ അത്താഴവും ആ രീതിയിലാണ്. അടുത്ത 24 മണിക്കൂറിന് വിശക്കരുതേ എന്ന രൂപത്തിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. എന്നാൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി പറഞ്ഞത് ഓർമ്മയില്ലേ? അൽ അസ്വദാനി, ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും പോപ്പുലറായ ഭക്ഷണം, ഏറ്റവും കൂടുതലുണ്ടായ ഭക്ഷണം കബ്സയോ കുഴിമന്തി ഒന്നുമല്ല. അൽ അസ്വദാനി, 2 കറുത്ത വസ്തുക്കളാണെന്ന് ഹബീബ് മഹദിയായ ആയിഷ. ഏതാണ് കറുത്തത്? അത്തംറു വൽ മാ, പച്ചവെള്ളവും ഈത്തപ്പഴവുമാണ് പുണ്യ നബി ഏറ്റവും കൂടുതൽ ഭക്ഷിച്ച ഭക്ഷണം. അല്ലാഹുവേ, ആ ഹബീബിന്റെ മില്ലത്തിൽ ഞങ്ങളെ പതറാതെ നീ ഉയർത്തണേ തമ്പുരാനെ. ആ പതറാതെ സ്ഥിരപ്പെടുത്തണേ തമ്പുരാനെ. ആ റസൂലുള്ളാഹ് വിശപ്പ് സഹിക്കാതെ കല്ല് വെച്ച് കെട്ടി പുറത്തേക്ക് ഇറങ്ങി രാത്രി. ആ സമയത്ത് 2 ആളെ കാണുന്ന റോട്ടിൽ ആരാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സമ്പത്ത് മുഴുവനും ദീനിന്റെ മാർഗ്ഗത്തിൽ സദഖ നൽകിയ മഹാൻ സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ്. 2 ആളും പുറത്തുണ്ട്. എന്തേ ഉമറേ റളിയല്ലാഹു അൻഹു നിങ്ങൾ പുറത്തു വന്നത്? അൽജൂ യാ റസൂലല്ലാഹ്. നമ്മൾ ഇത്രയും കാലം പറയാത്തൊരു വാക്ക്, നമ്മൾ ഒരിക്കലും പറയാത്തതോ അനുഭവിക്കാത്തതോ അൽജൂ യാ റസൂലല്ലാഹ്. നബിയേ, വിശപ്പ് സഹിക്കുന്നില്ല നബിയേ. പുണ്യ നബിയുടെ പ്രിയപ്പെട്ട 2 സഹാബിമാർ സഹിക്കാത്ത വിശപ്പാണ് നബിയെ. അപ്പ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ എന്താണോ പുറത്തെത്തിച്ചത് അതുതന്നെയാണ് എന്നെയും പുറത്തെത്തിച്ചത്. എനിക്കും വിശപ്പാണ്, എനിക്കും വിശപ്പ് സഹിക്കാൻ സാധിക്കാതെ നടക്കുന്ന പുണ്യ നബിയെ കണ്ടപ്പോ ഉഹുദ് പർവ്വതം ചോദിച്ചില്ലേ, നബിയെ സ്വർണത്തിന്റെ പർവ്വതമായി തരട്ടെയോ? നബി തങ്ങൾ സമ്മതിച്ചില്ല. ആ പുണ്യ നബി പറയാ, വിശപ്പാണ് സഹാബ എന്നെയും പുറത്തെത്തിച്ചത്. എന്നിട്ടോ ഒരു സഹാബിയുടെ വീട്ടിൽ പോയി. ഒരു സഹാബിയുടെ വീട്ടിൽ വല്ലതുമുണ്ടോ ഇവിടെ? സഹാബിക്ക് സന്തോഷമായി. ഏറ്റവും നല്ല അതിഥികൾ, സൽക്കാരം നൽകാൻ ഏറ്റവും ഉന്നതരായവർ ഒന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ സിദ്ദീഖ് തങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷിച്ചു. ആടിനേർത്ത് ഭക്ഷണം ഉണ്ടാക്കി. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ റളിയല്ലാഹു അൻഹുവേ, അബൂബക്കർ തങ്ങളെ ഇതിനെക്കുറിച്ച് അല്ലാഹുവിനെ കൂടുതൽ ചോദിക്കട്ടോ, മറുപടി പറയേണ്ടി വരുമെന്ന് മഹാനായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോ വിശപ്പ് സഹിക്കാതെ കിട്ടിയ ഭക്ഷണം ഭക്ഷിക്കുന്ന സമയത്ത് പുണ്യ നബി ലതുസ്അലുന്ന അൻഹാദ, ഇതിനെക്കുറിച്ച് നിങ്ങളോട് അല്ലാഹു ചോദിക്കും, അതിന് മറുപടി പറയേണ്ടി വരുമെന്ന് മഹാനായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ആ മഹാന്മാർ പോകുന്ന സ്വർഗ്ഗത്തിലെത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്കെന്തുണ്ടമൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ വിശപ്പ് അനുഭവപ്പെട്ട മറ്റൊരു സഹാബിയ ഞാൻ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ ഉദാഹരണം പറഞ്ഞത് മഹാനാകുന്ന അലി ഇബ്നു അബീ ത്വാലിബ്. ആ അലിയാർ തങ്ങളോട് പുണ്യ നബി പറയുന്നത്, അലി ഉറങ്ങുന്നതിന്റെ മുമ്പ് 4000 ദിർഹം സ്വതഖ നൽകണട്ടോ. സദഖ നൽകണം, അതും നീ ചെയ്യണം. പുണ്യ നബിയെ എങ്ങനെ സാധിക്കും? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ഉന്നതമായ സൂറത്ത് ഫാത്തിഹത്തുൽ കിതാബ്, സബഉൽ മസാനി, സൂറത്തുൽ ശിഫാ, സൂറത്തുൽ ഫാത്തിഹ, ഇതൊക്കെ ഫാത്തിഹയുടെ പേരുകളാണ്. ഈ സൂറത്തുൽ ഫാത്തിഹ 4 എണ്ണം നീ ഓതിയാൽ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ 4000 ദിർഹം സ്വതഖ നൽകിയതിന്റെ പ്രതിഫലമെന്ന് മഹാനായ ശഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈ വിശുദ്ധമായ ഈ റമളാനിൽ നമുക്ക് ലഭിച്ച വലിയൊരു അമലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനാകുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളലു, ഏറ്റവും നല്ല അമൽ ഏതാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഏറ്റവും നല്ല അമൽ ഏതാണ്?
ഫഖാല ദിക്റുല്ലാഹി അക്ബർ. അല്ലാഹുവേ, ഇനി പറയാൻ പോകുന്ന ഹദീസിന്റെ വെളിച്ചത്തിൽ ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ പറയാൻ പോകുന്ന ഹദീസിന്റെ വെളിച്ചത്തിൽ ഈ ഹദീസും ഞങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. അഫ്ദലു ദിക്ർ അഫ്ദലുൽ അഅമാൽ, ഏറ്റവും നല്ല അമൽ ഏതാണ് നബിയേ? ഇബ്നു അബ്ബാസ് തങ്ങളെ പറഞ്ഞു, ഫഖാല ദിക്റുല്ലാഹി അക്ബർ, അക്ബറായ ദിക്റുകളാണ്. ഏതാണ് അക്ബറായ ദിക്ർ? ഏറ്റവും അക്ബറായ ദിക്ർ വിശുദ്ധമായ ഖുർആൻ. അക്ബറായ ദിക്ർ ഏത്? വിശുദ്ധമായ ഖുർആൻ. ഖുർആൻ പാരായണം നടത്തലാണ്. എപ്പോ? മാ ജലസ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഭവനത്തിൽ വിശുദ്ധമായ പള്ളിയിൽ ഒരു വിഭാഗവും ഇരുന്നിട്ടില്ല. എന്തിനു വേണ്ടിയായിരുന്നത്? യദ്റുസൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് പഠിക്കാൻ, വയതഅതൗനഹു ബൈനഹും, അവർക്കിടയിൽ ആ പള്ളിയിൽ വെച്ചുള്ള ചർച്ച. റബ്ബേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവർക്കിടയിലുള്ള ചർച്ച നിന്റെ കലാമിനെ കുറിച്ചാണ്, വിശുദ്ധമായ ഖുർആനാണ്. എന്നാൽ ഇല്ലാ കാനൂ അദിയാഫല്ലാഹ്, അവർ അല്ലാഹുവിന്റെ അതിഥികളാണ്. ഖുർആൻ പാരായണം പഠിക്കാൻ വേണ്ടി, ഖുർആനിന്റെ പഠനത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, അവരുടെ ദിക്റാണ്, അവരുടെ സംസാരമാണ് ഏറ്റവും നല്ല ദിക്റെന്ന് മഹാനാകുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, ഞങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. മാത്രമല്ല, കഴിഞ്ഞില്ല, ഏറ്റവും നല്ല ദിക്ർ ചൊല്ലിയെന്ന് മാത്രമല്ല, ഇല്ലാ കാനൂ അദിയാഫല്ലാഹ്, അവർ അല്ലാഹുവിന്റെ അതിഥികളാണ്, അല്ലാഹുവിന്റെ അതിഥികളാണ്. റബ്ബേ നിന്റെ വയൂഫിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ, നിന്റെ അതിഥികൾ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. വഅദല്ലത അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ അതിഥികൾ മാത്രമല്ല, വഅദല്ലത അലൈഹിമുൽ മലായിക, അവർക്കുമേൽ മലായികത്ത് പ്രത്യേകമായ തണലിട്ട് നൽകുന്നതാണ്. ഹിഫ്ളിന്റെ സംരക്ഷണത്തിന്റെ തണൽ അവർക്കിട്ട് നൽകും. ബിഅജ്നിഹതിഹാ, അവരുടെ മലക്കുകളുടെ ചിറകുകൾ കൊണ്ട് അവർക്ക് പ്രത്യേകമായ തണലിട്ട് നൽകും. മാദാമു ഫി, എത്ര സമയമാണോ അവർ ആ പള്ളിയിൽ വിശുദ്ധമായ ഖുർആൻ കേൾക്കാൻ വേണ്ടി, ഖുർആനിന്റെ ഇൽമ കേൾക്കാൻ വേണ്ടി ഇരുന്നത്. എങ്ങനെ? ഹത്താ യഹൂലു ഫീ ഹദീസിൻ ഗൈറഹു, മറ്റൊരു വിഷയത്തിൽ അവർ സംസാരിക്കുന്നവരെ എത്ര സമയമാണോ അവരങ്ങനെ ഇരുന്നത്, അത്രയും സമയം അവർക്ക് വേണ്ടി മലായികത്ത് തണലിട്ട് നൽകും. മാത്രമല്ല, അവർ അല്ലാഹുവിന്റെ അതിഥികളാണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, പുണ്യനബി ദുആ ചെയ്ത് കൊടുത്ത മഹാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനാകുന്ന ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് നല്ല വീടും പിന്നെ ചീത്ത വീടും ഏതാണ് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നുണ്ട്. മാനസികമായി പ്രയാസമുള്ള വീട്, കുടുംബത്തിൽ സന്തോഷമുള്ള ആ വീട് അങ്ങനെ ആവാൻ കാരണം എന്താ? ഇൻഷാ അല്ലാഹ് ഹദീസ് പറയുന്നുണ്ട്. അല്ലാഹു നമുക്ക് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു മലായികത്ത് തണലിട്ട് നൽകും. ഖുർആനിന്റെ ചർച്ച എവിടെയുണ്ട് അവിടെയൊക്കെ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഹദീസ്, മഹാനവറുകൾ പറയാം, ഞാൻ സൂറത്തുൽ ബഖറ ഓതാണ് എന്റെ വീട്ടിൽ അർദ്ധരാത്രി, എന്റെ വീട്ടിൽ ഞാൻ ഓതാണ്. ആ സമയത്ത് വഫറസുൻ, എന്റെ മൃഗം, എന്റെ മൃഗം മർബൂത്തുൻ, അവിടെ തൊട്ടടുത്ത് കെട്ടിവെച്ചിട്ടുണ്ട്, അതിനെ ബന്ദിയാക്കി വെച്ചിട്ടുണ്ട്. എന്റെ മകൻ യഹ്യ മുൽതജിഉൻ, ആ മൃഗത്തിന്റെ തൊട്ടടുത്ത് എന്റെ മകൻ യഹ്യയും കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓതാൻ തുടങ്ങി. ഫജാലത്തിൽ ഫറസു, സന്തോഷം കൊണ്ട് ആ മൃഗൻ ആടിത്തുള്ളാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, കലാം കേട്ടപ്പോ, അള്ളാന്റെ കലാം കേട്ടപ്പോ മൃഗം വരെ സന്തോഷിക്കുന്നു. ഫജാലത്തിൽ ഫറസ്, ഈ മൃഗം കണ്ട് തുള്ളാൻ തുടങ്ങി. ഞാൻ പേടിച്ചുപോയി, എന്റെ മകനക്ക് എന്തെങ്കിലും സംഭവിക്കോ? അപ്പൊ എന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല, ഞാൻ ഖുർആൻ പാരായണം നിർത്തി. എന്റെ മകനെ കുറിച്ചുള്ള ചിന്ത മാത്രമായി ഞാൻ ഖുർആൻ പാരായണം നിർത്തി. അപ്പൊ ഫസക്കനത്തിൽ ഫറസു, ഫറസും നിർത്തി, ഫറസും ചാട്ടം നിർത്തി. രണ്ടാമട്ടവും മോദി. ഇങ്ങനെ ഒരുപാട് തവണ ആവർത്തിച്ചു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഞാൻ വീടിന്റെ പുറത്ത് വന്നു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് മുകൾ ഭാഗത്തേക്കൊന്ന് നോക്കിയപ്പോ, ആകാശത്തേക്ക് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ കാണുന്ന കാഴ്ച, എന്റെ വീടിന്റെ മുകളിൽ പ്രത്യേകമായൊരു തണൽ, ഫീ മസാബീഹിൻ, പ്രകാശിക്കുന്ന തണൽ എന്റെ വീടിന്റെ ചുറ്റും. നബിയേ, മഹാനാകുന്ന ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു ഇന്നത്തെ രാത്രി എന്താണെന്നറിഞ്ഞില്ല. നേരം വെളുത്തു. ഉടനെ പോയി ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വേഗം പോയി പുണ്യനബിയുടെ വീട്ടിലേക്ക്, പുണ്യനബിയുടെ പള്ളിയിൽ പോയി. നബിയേ, ഞാൻ ഇങ്ങനെ ഒരു രംഗം കണ്ടല്ലോ നബിയേ, വല്ലാത്തൊരു അത്ഭുതം തന്നെ നബിയേ.
എന്താണ് നബി അത് സംഭവിച്ചത്? പുണ്യനബി പറഞ്ഞു, ദാലിക്കൽ മലായിക, അത് മലക്കുകളാണ്. ദനൗത്തിൽ സൗതിക, നിന്റെ ശബ്ദം കേട്ടപ്പോ, നിന്റെ മനോഹരമായ ഖുർആൻ പാരായണം കേട്ടപ്പോ അവർ വന്നതാണ്. വലൗ ഖറഅത, നീ ഓതിയിരുന്നെങ്കിൽ, ഹത്താ തുസ്ബിഹ, പ്രഭാതം വരെ, നേരം പുലരുവോളം നീ ഓതിയിരുന്നുവെങ്കിൽ, ലഅസ്ബഹന്നാസ്, ജനങ്ങൾ മുഴുവനും പ്രഭാതത്തിലാകും. യൻദുറൂന ഇലൈഹിം, അവർക്ക് മുഴുവനും പ്രകാശിക്കുന്ന മലക്കുകൾ, ഖുർആൻ ഓതുന്ന വീടുകൾക്ക് തണലിട്ട് നൽകുന്ന മലക്കുകളെ കാണാൻ സാധിക്കുമായിരുന്നു എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ വീടുകളെ മലായികത്തിന്റെ ഹിഫ്ളുള്ള വീടുകളാക്കി തീർക്കുമാറാവട്ടെ. മലായികത്തിന്റെ സംരക്ഷണമുള്ള വീടുകളാക്കി അല്ലാഹു നമ്മുടെ വീടുകളെ മാറ്റിമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു ഖുർആനിന്റെ ആഴത്തിലുള്ള അറിവ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങൾ ഒരുപാട് പുണ്യങ്ങളാണ്. മഹാനാകുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഏതാ സന്തോഷമുള്ള വീട്? നമ്മളൊക്കെ പലപ്പോഴും ദുആ ചെയ്യും, നമ്മോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും. എന്തിനാ വസിയത്ത്? ഉസ്താദേ, കുടുംബത്തിൽ പ്രയാസമാണ്, വീട്ടില് പ്രശ്നങ്ങളാണ്, ജോലിയുണ്ട് പക്ഷെ ബർക്കത്തില്ല, സന്തോഷമല്ല, റാഹത്തില്ല, മക്കള് സ്വാലിഹീങ്ങളല്ല. എന്താണ് ഇതിന് പരിഹാരം? ഒരുപാട് ആളുകൾ പ്രയാസം, ഒരുപാട് ആളുകൾ മനോഹരമായ വീടുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, സാമ്പത്തികമായ സൗകര്യങ്ങളും ഇസ്സത്തൊക്കെ ഉണ്ട്, പക്ഷേ ഒരു മനസ്സമാധാനവുമില്ല. ആ വീട്ടിൽ അല്ലാഹുവിന്റെ കലാം ഓതുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. വഖാന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, പുണ്യനബിയുടെ പ്രിയപ്പെട്ട സഹാബി വര്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യഖൂൽ, അബൂ ഹുറൈറ തങ്ങൾ പറയാ, ഇന്നൽ ബൈത ലയത്തസി വലാ അഹ്ലിഹി, ഇന്നൽ ബൈത ലയത്തസി വലാ അഹ്ലിഹി. ചില വീടുകൾ, ആ വീട്ടിലെ വീട്ടുകാർക്ക് വല്ലാത്ത സന്തോഷം, കുറെ സമ്പത്ത് ഉണ്ടാവുമെന്നല്ല അർത്ഥം, ഓൾക്കൊരു മനസ്സമാധാനം, ഒരു റാഹത്താണ്. ചില ആളുകൾക്ക് വീട് പോകാൻ തന്നെ ദേഷ്യം, ഭാര്യനെ കണ്ടാ ദേഷ്യം, മക്കളെ കണ്ടാ ദേഷ്യം, പ്രയാസമാണ്. പക്ഷേ ചില ആളുകൾ ലയത്തസി വലാ അഹ്ലിഹി, അവരുടെ വീട് തന്നെ അവർക്കൊരു സന്തോഷം, അതൊരു വിശാലതയാണ്, സന്തോഷമുള്ള കുടുംബാണ്. പിന്നെയോ ആ വീട്ടിൽ ആര് വരും? മലായികത്തുകൾ വരും. പിശാച് ആ വീട്ടിൽ നിന്നും ഓടിപ്പോകും. പൈശാചികമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. പിശാചി ആ വീട്ടിൽ നിന്നും ഓടിപ്പോകും. മാത്രമല്ല അവൻക്ക് എല്ലാ രീതിയിലുള്ള ഖൈർ, ഒരുപാട് നന്മ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. പിന്നെയോ ആ വീട് എങ്ങനെയുള്ള വീടാണ്? ഖുർആൻ നിത്യമായി പാരായണം ചെയ്യുന്ന വീട്. ആ വീട്ടിൽ മലായികത്തിന്റെ സാന്നിധ്യം, എല്ലാ നന്മകളും എല്ലാ ഖൈറുകളും, അവൻ ഏത് പ്രയാസപ്പെടുന്ന സമയത്തും അവന്റെ ആവശ്യങ്ങൾ അല്ലാഹു ഏറ്റെടുക്കും. ഒരു പക്ഷേ അവൻക്ക് നാളത്തേക്ക് ജീവിക്കാനുള്ള സമ്പത്ത് ഇന്നുണ്ടാവില്ല, പക്ഷെ നാളെ അതെങ്ങനെയെങ്കിലും ഉണ്ടാവും. ഖൈർ ഇങ്ങോട്ട് വരും, ഖൈർ വർദ്ധിക്കും, മലായികത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. മാത്രമല്ല കുടുംബത്തിന് സമാധാനം ഉണ്ടാകും, ഒരു വിശാലത ഉണ്ടാകും, ഒരു റാഹത്ത് ഉണ്ടാകും, ഒരു നല്ല കൺകുളിർമുള്ള ജീവിതാകും. എങ്ങനെയുള്ള വീട്? ഖുർആൻ ഓതിയാൽ. ഇനി നേരെ ഓപ്പോസിറ്റ്. ചില വീട്ടിൽ പോകുന്നതിന്റെ പ്രയാസ, വീട്ടുകാരെ കണ്ടാ സങ്കട, കടാണ്, പ്രശ്നാണ്, പരാതിയുള്ളൂ. ഭാര്യനെ കണ്ടാലും പ്രയാസം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെയുള്ളൊരു കുടുംബജീവിതം അള്ളാഹു അതിനകത്ത് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സന്തോഷമുള്ള കുടുംബജീവിതം, റാഹത്തുള്ള കുടുംബജീവിതം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും നീ സ്വാലിഹ്യങ്ങളാക്കണേ തമ്പുരാനെ. പിന്നെയോ മലായികത ആ വീട്ടിക്ക് വരികയില്ല, ഒഴിവാക്കി പോകും, ആ വീട് ഉപേക്ഷിക്കും. പിശാചിന്റെ സങ്കേതമാണ്, പിശാചിന്റെ ഇടമാണ്. ശൈത്വാൻ എന്നല്ല പറഞ്ഞത്, ശയാത്തീൻ, പിശാചുക്കളുടെ ഇടമായി മാറും. എങ്ങനെയുള്ള വീട്? ബറക്കത്ത് കുറഞ്ഞു പോകും. എത്ര സമ്പത്തിട്ടാലും, എത്ര വലിയ ജോലിയാണ്, പക്ഷേ ബറക്കത്തില്ല. ബറക്കത്ത് കുറഞ്ഞു പോകും. എങ്ങനെ? ഖുർആൻ ആ വീട്ടിൽ എന്തില്ല? അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം ഓതുന്നില്ല. അങ്ങനെയുള്ള വീടുകൾ ബറക്കത്തില്ല, നന്മകൾ കുറഞ്ഞു പോകും. നേരെ ഓപ്പോസിറ്റ്, അതിൽ എല്ലാ നന്മയും ഉണ്ടെന്ന് ലോകത്തിന്റെ മഹാനാകുന്ന സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മുടെ വീടുകളെ സന്തോഷമുള്ള വീടുകളാക്കി മാറ്റുമാറാവട്ടെ. ഇനി ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. ഖുർആൻ എന്താണ്? ശിഫയാണ്. ഖുർആൻ ശിഫയാണ്. എത്ര വലിയ രോഗത്തിനും ശിഫയാണ് വിശുദ്ധമായ ഖുർആൻ. ഖുർആനോട് മന്ത്രിക്കാൻ പറ്റുമോ? ഇതാ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ സഈദ് റളിയല്ലാഹു അൻ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ ഹദീസ്?
പുണ്യനബിയുടെ സ്വഹാബത്തിൽപ്പെട്ട ഏതാനും ചില ആളുകൾ ഒരു യാത്രക്ക് പോവാണ്. നമ്മളൊക്കെ പലപ്പോഴും കേട്ട ഹദീസിനെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ പറയുന്നു എന്ന് മാത്രം. ഒരു യാത്രക്ക് പോയി. അങ്ങനെ സഹാബത്താണല്ലോ. സഹാബത്തിന്റെ കയ്യിൽ വലിയ സാമ്പത്തികമായ സൗകര്യങ്ങളില്ല, ഭക്ഷണങ്ങളില്ല. അന്നത്തേക്കുള്ള ഭക്ഷണം മാത്രം അവരുടെ മൃഗത്തിന്റെ പുറകെ എന്തു വെക്കാൻ സാധിക്കുമോ, ഒട്ടകമായാലും കുതിരയായാലും കഴുതയായാലും, അവരുടെ വാഹനം അതാണല്ലോ, കഴുത, ഒട്ടകം, കുതിരയൊക്കെയാണ്. അതുപയോഗിച്ച് യാത്രക്ക് പോകും. അതിന്റെ പുറകിൽ എത്രത്തോളം വെള്ളം വെക്കാൻ, അതിന്റെ പുറകിൽ എത്രത്തോളം ഭക്ഷണം വെക്കാൻ സാധിക്കും, അത് മാത്രം. അങ്ങനെ യാത്ര പോയി. അങ്ങനെ ഒരു കൗം താമസിക്കുന്ന, ഒരു വിഭാഗം താമസിക്കുന്ന അവിടെ എത്തി. ഭക്ഷണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവരോട് ചോദിച്ചു, ഞങ്ങളെ നിങ്ങൾ അതിഥിയായി സ്വീകരിക്കുമോ? ഞങ്ങൾ അതിഥിയായി സ്വീകരിക്കുമോ? ഭക്ഷണം തരുമോ? അവർ പറഞ്ഞില്ല, തരാൻ റെഡിയല്ല. അവരൊഴിവാക്കി. ഏതായാലും ആ സമയത്താണ് ആ ഗോത്രക്കാരുടെ ആ വിഭാഗത്തിന്റെ നേതാവിന് എന്തോ മൃഗം, എന്തോ തേളോ എന്തോ ഉരകവർഗ്ഗങ്ങൾ എന്തോ കടിച്ചു. ആകെ പേടിച്ചുപോയി. മരുന്നുകളൊക്കെ പരീക്ഷിച്ചു, ഒന്നും വിജയിച്ചില്ല. മെഡിക്കലൊക്കെ പരാജയപ്പെട്ടു. ഇനി എന്ത് ചെയ്യും? അപ്പോഴാരോ പറഞ്ഞത്, അറബികളെ സമീപിച്ച വല്ലതുണ്ടാവുമല്ലോ. അറബികളടുത്ത് പോയി. ആരാറബ്? അസ്ഹാബി റസൂലില്ലാഹ്. അവരോട് ചോദിച്ചു, ഇതിന് വല്ല മരുന്നുമുണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങൾ മന്ത്രിക്കാം, ഞങ്ങൾക്കറിയാം, മന്ത്രിക്കാം. പക്ഷെ അവർ ഷർത്ത് വെച്ചു, ലഖദ് ഇസ്തഫ്നാകും ഫലം തുദയ്യിഫൂനാ. ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചത് ഞങ്ങൾ അതിഥിയാക്കുമെന്നല്ലേ, നിങ്ങൾ അതിഥിയായി സ്വീകരിച്ചില്ല. അതുകൊണ്ട് ഫമാ അന ബിറാഖി, ഞങ്ങൾ മന്ത്രിക്കൂല, ഞങ്ങൾ റെഡിയല്ല. ഞങ്ങൾ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഏറ്റെടുത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ മന്ത്രിക്കൂല. ഞങ്ങൾക്ക് മന്ത്രം അറിയാം, പക്ഷെ ഞങ്ങൾ മന്ത്രിക്കൂല. പക്ഷെ അപ്പൊ അവര് പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ മന്ത്രിച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ തരാം, അതിന് പ്രതിഫലം തരാം. ഞങ്ങൾ മന്ത്രിക്കാൻ എന്ത് വേണം? പകരം പ്രതിഫലം വേണം, കൈമടക്ക് വേണം. കൈമടക്ക് വാങ്ങാൻ പറ്റും? ഒരു സംശയം. ഞങ്ങൾക്കതിന് പ്രതിഫലം തരണം. ആയിക്കോട്ടെ. അങ്ങനെ അവർ തമ്മിൽ ഷർത്ത് വെച്ചു. സന്ധ്യയായി. കുറച്ചാടുകളെ തരാം. അങ്ങനെ ഇവരുടെ സഹാബത്തിന്റെ നേതാവ് മന്ത്രിച്ചു. എന്താ മന്ത്രം? സൂറത്തുൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചു. ഫകഅന്നമാ നശിത. സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞു, മന്ത്രിച്ചു. കഅന്നമാ നശിത മിൻ ഉഖാൽ. അതേ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. സുബ്ഹാനല്ലാഹ്. എല്ലാ മെഡിക്കലും പരാജയപ്പെട്ടു. പക്ഷേ അള്ളാന്റെ കലാം ഓതി. ആ കലാം ഓതിയപ്പോ, മന്ത്രിച്ചപ്പോ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. എന്നിട്ടോ അദ്ദേഹം നടക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം നടക്കാൻ തുടങ്ങി. വമാ ബിഹി ഖലബതു. ഇതിന് നടത്തത്തിൽ പോലും ഒരു പ്രയാസമില്ല. ഇത്ര നേരം വിഷം കൊണ്ട് ബോധം കെട്ട് കടന്ന മനുഷ്യൻ സൂറത്തുൽ ഫാത്തിഹ മന്ത്രിച്ച് കഴിഞ്ഞില്ല. അപ്പോഴേക്ക് എഴുന്നേറ്റിരുന്നു. വമാ ബിഹി ഖലബത്തുൻ. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വമാ ബിഹി ഖലബത്തുൻ. അദ്ദേഹത്തിനൊരു പ്രയാസവുമില്ല. അദ്ദേഹം നടക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഖാല ഫഅതൂഹും ജുലഹും അല്ലദീ സാലഹും അലി. നേതാവ് പറയണം, നിങ്ങൾ ഷർത്താക്കിയ നിബന്ധനല്ലേ, കുറച്ച് കൈമടക്ക് കൊടുക്കാൻ, കുറച്ച് എന്തോ പ്രതിഫലം കൊടുക്കാന്ന് പറയല്ലേ, കൊടുക്കുവിൻ. എന്നിട്ട് പറഞ്ഞു, ഫഖാല. ഇത് കേട്ടപ്പോ സഹാബത്ത് പറഞ്ഞു, ഇഖ്സമൂ. 30 ആടുകളെ കൊടുത്തു എന്നാണ്. 30 ആടുകളെ പ്രതിഫലമായി കൊടുത്തു ഒരു മന്ത്രത്തിന്. അപ്പൊ പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, ഇഖ്സമൂ, വീതിക്കുവിൻ, നമുക്ക് വീതിക്കാലോ. അപ്പോ മന്ത്രിച്ചവൻ പറഞ്ഞു, ഫഖാലുള്ളദീ റഖാ. മന്ത്രിച്ച സഹാബി പറഞ്ഞു, ലാ തഫ്അലൂ. അങ്ങനെ ചെയ്യണം. മന്ത്രിച്ചതല്ലേ, അതിന് പ്രതിഫലം വാങ്ങിയതല്ലേ, അത് ചെയ്യാൻ പറ്റുമോ നമുക്കറിയില്ലല്ലോ. നമുക്ക് പുണ്യ നബിയോട് ചോദിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പുണ്യനബിയുടെ സമീപത്ത് ചെല്ലാം. പുണ്യനബിയോട് പറയാം, അല്ലദീ കാന, സംഭവിച്ചതൊക്കെ പറയാം. നബിയെ, നിങ്ങനെ മന്ത്രിച്ചു, ഫാത്തിഹ ഓതി മന്ത്രിച്ചു, അങ്ങനെ കിട്ടിയതാണ്. അങ്ങനെ നബി തങ്ങൾ എന്താണ് കൽപ്പിക്കുക അത് നമുക്ക് ചെയ്യാം, ഇപ്പോൾ വീതിക്കേണ്ട. അങ്ങനെ അങ്ങനെ പുണ്യനബിയുടെ അടുത്ത് വന്നു. നബിയോട് പറഞ്ഞു, നബിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നബിയെ ഇങ്ങനെ സംഭവം ഉണ്ടായി, ഞങ്ങൾ മന്ത്രിച്ച് നബിയെ
ഫാത്തിഹ ഓതി മന്ത്രിച്ചു, അയാളെ രോഗം മാറി. പുണ്യനബി ചിരിച്ചു. നിങ്ങൾ മന്ത്രിച്ചോ, രോഗം മാറിയോ? പുണ്യനബി ചിരിച്ചു, പുണ്യനബി പുഞ്ചിരിച്ചു. സുംബക്കാൽ, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വീതിച്ചോളിയും പ്രശ്നങ്ങൾ തിന്നോളിയും. എന്നിട്ട് പുണ്യനബി പറഞ്ഞത് എനിക്കും നൽകൂ, മഅക്കും സഹ്മ, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ആടിന്റെ ഒരു ഓഹരി എനിക്കും നൽകണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഫാത്തിഹ ഓതി മന്ത്രിച്ചു, വലിയ വിഷം കടന്നു, ശിഫയായി. വിശുദ്ധമായ ഖുർആൻ ശിഫ ആണ്. സൂറത്തുൽ ഫാത്തിഹ ഒരുപാട് രോഗങ്ങൾക്ക് ശിഫ ആണ്. അല്ലാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകട്ടെ. നമ്മളൊരു രോഗം ഉണ്ടാകുമ്പോൾ ബേജാറാണ്, പിന്നെ ഹോസ്പിറ്റലിലൊക്കെ. പക്ഷെ ഏറ്റവും നല്ല ശിഫാഇന്റെ മാർഗം അത് വിശുദ്ധമായ ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആൻ കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ രോഗങ്ങൾക്ക് ശിഫ നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ മാറ്റി നിർത്തിയാൽ ആ ജീവിതം എങ്ങനെയാണെന്ന് പറയുന്നത്, മഈശതൻ വൻകാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെയൊക്കെ ഈ രൂപത്തിൽ ഇപ്പൊ തന്നെ വളർത്തണം. നമ്മുടെ വീടുകളിലൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സബൂൽ മുഞ്ചിയാത്ത ഓതുന്ന ഒരു സംസ്കാരമായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി രോഗങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. എന്താ പ്രശ്നം? വമൻ അഅറള അൻ ദിക്രി, എന്റെ ഖുർആനെ തൊട്ട് മാറ്റി നിർത്തിയോ, ഫഇന്ന ലഹു മഈശതൻ വൻകാ, ഏറ്റവും പ്രയാസകരമായ ഒരു കുടുസായ ജീവിതം, ഒരു റാഹത്തില്ലാത്ത ജീവിതം, ഒരു ബറക്കത്തില്ലാത്ത ജീവിതം, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ജീവിതം അവർക്ക് നൽകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി ഖത്തം ഓതിയ എന്താ പുണ്യം. അല്ലാഹു നമുക്ക് വിശുദ്ധമായ റമളാനിൽ ഒരുപാട് ഖത്തമുകൾ ഓതാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഖത്തം ഓതാ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുന്നുണ്ട്. ഈ വളരെ വിശാലമായ ഒരു വിഷയമാണ്, എത്ര പറഞ്ഞാലും തീരില്ല. ഇൻഷാ അല്ലാഹ് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് പറയാനുണ്ട്. ഒന്ന് അവസാനം പറയാനുള്ളത്, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആയത്ത് ഓതി കരഞ്ഞ സന്ദർഭം ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഖത്തം ഓതിയാൽ, ഒരു ഖുർആൻ ഖത്തം ഓതിയാൽ, അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖത്തമൽ അബ്ദു അൽ ഖുർആൻ, ഒരു അടിമ ഖുർആൻ ഖത്തം ഓതിയാൽ, ഒരു അടിമ ഖുർആൻ ഫുള്ളായി ഓതിയാൽ, സ്വല്ലാ അലൈഹി, അവന്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നതാണ്. ഇൻദ ഖത്മിഹി, അവൻ ഓത്തിന്റെ അവസാനം, അവൻ എപ്പോഴാണോ ഖുർആൻ ഓത്ത് അവസാനിപ്പിക്കുന്നത്, എപ്പോഴാണോ ഖത്തം ഫുള്ളാകുന്നത്, എപ്പോഴാണോ ഖുർആന്റെ അവസാനം എത്തുന്നത്, അവന്റെ മേൽ അവൻക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലും, അവനക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. 60,000 മലക്കിൻ, 60,000 മലക്കുകൾ ഒരു ഖത്തം പൂർത്തിയാകുന്ന സമയം അവൻക്ക് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. വേറൊരു ഹദീസിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട്, മുആദേ നിനക്ക് നല്ല ജീവിതം ആവശ്യമാണെങ്കിൽ, ഔ മീതത ശുഹദാ, ശുഹദായി മരിക്കുന്നവർ, അള്ളാന്റെ മാർഗത്തിൽ ധീരയോദ്ധാവായി യുദ്ധം ചെയ്ത് മരിച്ച ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കാൻ, അവന്റെ മരണത്തിന്റെ പ്രതിഫലം ലഭിക്കാൻ, അവിന്നജാത യൗമൽ ഹശ്ർ, വിചാരണാ ദിവസം രക്ഷ നേടാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടോ. ഒന്ന് ഏറ്റവും നല്ല ജീവിതം, പിന്നെ പറഞ്ഞത്, പിന്നെ ഔ മീതത ശുഹദാ, ശുഹദാക്കളുടെ മരണം, ഔന്നജാത യൗമൽ ഹശ്ർ, അന്നജാത യൗമൽ ഹശ്ർ, എന്തേ നീ അന്ത്യനാളിൽ നിനക്ക് രക്ഷ വേണോ, വൽ അംന യൗമൽ ഖൗഫ്, ഏറ്റവും പേടിക്കപ്പെടുന്ന ദിവസം നിർഭയനായി നിൽക്കാൻ നിർഭയത്വം വേണോ, പിന്നെ വന്നൂറു യൗമൽ ദുൽമാൻ, ഏറ്റവും ഇരുട്ടുള്ള ദിവസം നല്ല പ്രകാശം വേണോ, ഏറ്റവും ഇരുട്ടുള്ള ദിവസം ആഖിറത്തിലെ രംഗങ്ങളാ പറയുന്നത്, ആ ഇരുട്ടുള്ള ദിവസം നിനക്ക് നൂറ് വേണോ, മാത്രമല്ല വല്ലില്ല യൗമൽ ഹറൂർ, ചൂടുള്ള ദിവസം, ശക്തമായ ചൂടുള്ള ദിവസം, ഒരു ചാൺമുകളിൽ സൂര്യൻ കത്തിജ്വലിക്കുക, സങ്കൽപ്പിക്കണം മുഅ്മിനേ, വല്ലില്ല യൗമൽ ഹറൂർ, ചൂടുള്ള ദിവസം അള്ളാന്റെ തണൽ നൽകാൻ, വറയ്യ യൗമൽ അത്ഷ്, ദാഹിച്ചു വലഞ്ഞ ദിവസം നിനക്ക് ദാഹം തീരുവോളം വെള്ളം ലഭിക്കാൻ, വൽ വസ്ന യൗമൽ ഖിഫ, നിന്റെ അമലുകൾ തൂക്കുമ്പോ നിന്റെ തുലാസുകൾ കുറഞ്ഞു പോകുന്ന സമയം, നിനക്ക് നിന്റെ തുലാസിൽ കനം കൂടാൻ, വൽ ഹുദാ യൗമൽ ളലാൽ, നരകത്തിലേക്ക് പോകുന്ന സന്ദർഭം, സ്വർഗത്തിലേക്ക് പോവാൻ നരകത്തിലേക്ക് പോകുന്ന ദിവസം നിനക്ക് സ്വർഗം നേടാൻ, ളലാലിന്റെ ദിവസം ഹുദ ലഭിക്കാൻ, ഫദ്രിസിൽ ഖുർആൻ, ഖുർആൻ പഠിച്ചോ മുആദേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ
ഖുർആൻ ഓദിക്കോ, ഖുർആൻ ഓദിക്കോ. കാരണം ഫഇന്നഹു ദിക്റുർ റഹ്മാൻ, അത് അല്ലാഹുവിന്റെ ദിക്റാണ്, അത് അല്ലാഹുവിനെ കുറിച്ചുള്ള പറയലാണ്. വഹിർസും മിനശ് ശൈത്താൻ, പിശാചിൽ നിന്നുള്ള ഒരു കാവലാണ്. അല്ലാഹു നമുക്കും നമ്മുടെ വീടുകൾക്കും നമ്മുടെ മക്കൾക്കും പിശാചിൽ നിന്നുള്ള ഒരു കാവൽ നൽകുമാറാവട്ടെ. വറുജഹാനും ഫിൽ മീസാൻ, വറുജഹാനും ഫിൽ മീസാൻ, നിന്റെ തുലാസിൽ അത് നല്ലൊരു തെളിവാണ്, നല്ലൊരു കനം കൂടുന്ന അമലാണ് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ അല്ലാഹു ഈ പുണ്യങ്ങളൊക്കെ ഈ വിശുദ്ധമായ ഖുർആൻ ഓതിയതുകൊണ്ട്, ഖത്തം ചെയ്തതുകൊണ്ട്, റമദാൻ ഓതിയതുകൊണ്ട് നമുക്ക് നൽകുമാറാവട്ടെ. സൂറത്ത് യാസീൻ എല്ലാ മാസവും ഓരോ തവണ ഓതിയാൽ, ദിവസവും എന്നല്ല ഓരോ മാസവും, അല്ലാഹു ദിവസവും പതിവാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. കുല്ല ശബീ, എല്ലാ മാസവും മറത്തൻ, ഒരൊറ്റ പ്രാവശ്യം. മാത്രമല്ല സൂറത്ത് ത്വാഹയും, 2 സൂറത്തും ത്വാഹയും യാസീൻ എല്ലാ മാസവും ഓതിയാൽ അൽമന ലഹു അൽ ജന്ന, ഞാൻ അവർക്ക് സ്വർഗ്ഗം കൊണ്ട് ജാമ്യം നിൽക്കാം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഹദീസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അൽമന ലഹു ബിൽ ജന്ന, ഞാൻ അവർക്ക് സ്വർഗ്ഗം നൽകാമെന്ന്, സ്വർഗ്ഗം കൊണ്ട് ജാമ്യം നിൽക്കാം എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖറഅൽ വാഖിഅ, സൂറത്തുൽ വാഖിഅ ഓതിയാൽ, ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയും പതിവാക്കി ഓതിയാൽ, ലം തുസിബഹു ഫാഖത്തുൻ അബദാ, ഒരിക്കലും ദാരിദ്ര്യം പിടികൂടുകയില്ല. ദാരിദ്ര്യം വരെ ലം തുസിബു, അവൻക്ക് എത്തുകയില്ല. ഫാഖത്തുൻ, ദാരിദ്ര്യം, അബദൻ, ഒരു കാലത്തും എത്തുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനാകുന്ന ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോട് പുണ്യനബി ചോദിച്ചു, ആയത്തുൽ കുർസിയാ പറയുന്നത്, ആയത്തുൽ കുർസി. ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോട് പുണ്യനബി ചോദിച്ചു, അയ്യു ആയത്തുൻ ഫിൽ ഖുർആനി അഅ്ലം, അയ്യു ആയത്തുൻ ഫിൽ ഖുർആനി അഅ്ലം. ഉബയ്യേ, ഖുർആനിലെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും നല്ല ആയത്തേതാണ്? ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ പറഞ്ഞു, നബിയേ, അല്ലാഹു റസൂലുള്ളാഹി, എനിക്കല്ലല്ലോ അറിയാം, അങ്ങേക്കിറക്കപ്പെട്ട ഗ്രന്ഥം അങ്ങേക്കാണല്ലോ കൂടുതൽ അറിയാം. 3 വട്ടം പിന്നെ നബി തങ്ങൾ ആവർത്തിച്ചു, അയ്യൽ ഖുർആനി അഅ്ലം. 3 വട്ടം ആവർത്തിച്ചു. എന്തിനാണ് ഇങ്ങനെ ആവർത്തിക്കുന്നത്? ഇത് നല്ലൊരു ആയത്താണട്ടോ എന്ന് പഠിപ്പിക്കാൻ, വലിയൊരു സൂക്താണട്ടോ, ഇത് പാരായണം നീ പതിവാക്കിക്കോ എന്ന് പഠിപ്പിക്കാൻ 3 വട്ടം ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു. 3 വട്ടം ചോദിച്ചപ്പോഴും മഹാനാകുന്ന ഉബയ്യ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എന്നാ പിന്നെ എനിക്ക് തോന്നുന്നത്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അവസാനം വരെ ഓതി. ഈ ഒരു ആയത്താണ് ഏറ്റവും ആഴമായ ആയത്ത് എന്ന് എനിക്ക് തോന്നുന്നു നബിയേ എന്ന് മഹാനാകുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ, നിനക്ക് മതിട്ടോ, സന്തോഷം, നിനക്കത് മതി. കാരണം ഇന്നലഹാ ലിസാനം വശഫതൈൻ, ആഖിറത്തിൽ ആയത്തുൽ കുർസി നമുക്ക് വേണ്ടി ശബ്ദിക്കും. അർശിന്റെ താഴെ നിന്നും മലക്കുകളും അതുപോലെ ആയത്തുൽ കുർസിയും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന് ആയത്തുൽ കുർസി പതിവാക്കിയാൽ എന്ന് മഹാനായ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനാകുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ആയത്തുൽ കുർസി അത് ശിഫാഇന്റെ മറ്റൊരു ആയത്താണ്. അല്ലാഹു അതൊക്കെ പതിവാക്കാനും അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ രോഗങ്ങൾക്ക് ശമനം നേടാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഖുർആൻ കേൾക്കുക എന്നൊരു വലിയൊരു ഭാഗ്യം. എന്നാൽ പുണ്യനബി പഠിപ്പിച്ചൊരു ഹദീസുണ്ട്. അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് മഹാനാകുന്ന അബീസുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, ബാദിറു ബിൽ മൗതി സിത്ത, നിങ്ങൾ 6 കാര്യം ഒരു സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് മരിച്ചു പോവലാണ് നിങ്ങൾക്ക് ഉത്തമമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. 6 കാര്യം ഒരു സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മരിക്കലാണ് ഉത്തമമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. ഈ 21-ാം നൂറ്റാണ്ടിലെ ഉമ്മത്തിനെ കണ്ടുകൊണ്ടല്ല ഞാൻ ആ ഹദീസ് വിശദീകരിക്കുന്നതിന് സമയമില്ല. ഒരൊറ്റ കാര്യം പറയുന്നത്. അതിൽ 6ാമത്തെ കാര്യം പുണ്യ നബി പറഞ്ഞത്, വിശുദ്ധമായ ഖുർആനിനെ കേവലം ഒരു സംഗീതത്തെ പോലെ ആസ്വദിക്കുന്ന ഒരു വിഭാഗം നമ്മളാണോ അത് നമ്മൾ ഭയപ്പെട്ടു പോകുന്നത്? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. റിയാലിറ്റി ഷോകളൊക്കെ അരങ്ങ് തകർക്കാൻ, അതിൽ പാടാനും അതിനെ പ്രോത്സാഹനം ഒക്കെ ഉള്ളത് മുസ്ലിം ഉമ്മത്താണ്. അതിനെ പാടാനൊക്കെ എന്താ പാടുന്നത്? വിശുദ്ധമായ ഖുർആനിന്റെ സൂക്തം,
ശുദ്ധമായ ഖുർആനിന്റെ സൂക്തം പാട്ടയിപ്പട മാപ്പിളപ്പാട്ടല്ലേ, നല്ല സമയത്തല്ലേ ഒക്കെ കേൾക്കാലോ. ഖുർആന്റെ ആയത്തല്ലോ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വനശഉൻ യത്തഖിദൂനൽ ഖുർആന മസാമീർ. വിശുദ്ധമായ ഖുർആനിനെ സംഗീതത്തെ പോലെ ആസ്വദിക്കാൻ മാത്രമുള്ള ഒരു വിഭാഗം വരും. അത് ഖുർആൻ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസമാണ്, അതിന്റെ ഉള്ളിലേക്കൊന്നും മനസ്സിലാക്കുകയില്ല, അതിന്റെ അർത്ഥം മനസ്സിലാക്കൂല. അങ്ങനെയുള്ള ഒരു വിഭാഗം വരും. ആ വിഭാഗം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് മണ്ണിനോട് ചേരലാണ്, ഖബറാണ് നിങ്ങൾക്ക് ഉത്തമം. ബത്നുൽ അർള്, ഭൂമിയാണ് നിങ്ങൾക്ക് ഉത്തമമെന്ന്, ഭൂമിയുടെ ഉള്ളാണ്, ബത്നാണ് നിങ്ങൾക്ക് ഉത്തമമെന്ന് ലോകത്തിന്റെ നായകൻ സ്വാദിഖേ മസ്ദൂഖ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആ കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഭയപ്പെട്ടു പോവാൻ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഖുർആൻ പാരായണവും അതനുസരിച്ചുള്ള പ്രവർത്തനവും പഠിക്കുകയും വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആൻ കേട്ടാൽ അതൊരു വല്ലാത്ത മനസ്സോട് കൂടെ, പിടക്കുന്ന മനസ്സോട് കൂടെ, ഒരു പേടിയും ഒക്കെ വേണം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനാ. എന്താ മുഅ്മിനീങ്ങളുടെ സ്വഭാവം? അല്ലാഹുവേ, ഈ മുഅ്മിനീങ്ങളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഇന്നമൽ മുഅ്മിനൂൻ, നിശ്ചയമായി മുഅ്മിനീങ്ങൾ ആരാണ്? അല്ലദീന, അവർ ഒരു വിഭാഗമാണ്. ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ, റബ്ബിനെ കുറിച്ച് പറയുമ്പോ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പിടപെടക്കും, അവരുടെ ഹൃദയങ്ങൾ പിടപെടക്കും. ഖു അൻഫുസകും വഅഹ്ലീകും നാറൻ അല്ലതി വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. ഖുർആന്റെ ആയത്താണ്. നിങ്ങളും നിങ്ങളുടെ ശരീരങ്ങളും നിങ്ങളുടെ കുടുംബവും നരകത്തെ തൊട്ട് സൂക്ഷിക്കണം, നരകത്തെ തൊട്ട് സൂക്ഷിക്കണം, അഗ്നികുണ്ടാരത്തെ തൊട്ട് സൂക്ഷിക്കണം. എങ്ങനെയുള്ള വീടാണ്? വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. അവിടെ കത്തിക്കപ്പെടുന്നത് വിറകുകളല്ല, അവിടുത്തെ കത്തിക്കപ്പെടുന്ന വിറകുകൾ നിങ്ങളുടെ ശരീരങ്ങളാണ്. അന്നാസു, ജനങ്ങളും, വൽ ഹിജാറ, കല്ലുകളുമാണ്. പുണ്യനബി മദീനത്തെ പള്ളിയിൽ ഈ സൂക്തം ഇങ്ങനെ പഠിപ്പിക്കുമ്പോ ഒരു സഹാബി വീണു, ഒരു സഹാബി ബോധരഹിതനായി വീണു. ഈ ആയത്ത് കേട്ടപ്പോഴേക്ക് പേടിച്ചു. വജിലത് ഖുലൂബുഹും, ഹൃദയങ്ങൾ പിടപെടക്കുന്നവരാണ്. ഈ സഹാബി വീണു. അങ്ങനെ ഫമാത, അദ്ദേഹം മരണപ്പെട്ടു. ഹദാ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഇദാ സ്വർഗ്ഗക്കാരൻ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇതാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പേടിച്ചുപോയി. പടച്ചോനെ, നരകത്തിലെ വിറക് നമ്മുടെ ശരീരമോ? അദ്ദേഹം പേടിച്ചുപോയി, വീണു, അദ്ദേഹം വഫാത്തായി പോയി. അദ്ദേഹം റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരനാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു പടവടക്കലുണ്ടാകും. വഇദാ തുലിയത് അലൈഹിം ആയാതു, അല്ലാഹുവിന്റെ കലാം കേൾക്കുമ്പോൾ, ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ സാദത്ഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കിയവരാണ്. മഹാനായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളോട് പറയാൻ, യാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദേ ഇഖ്റ അലയ്യൽ ഖുർആൻ. ഇബ്നു മസ്ഊദ്, എനിക്ക് നീ ഖുർആൻ പാരായണം കേൾപ്പിക്ക്. നീ ഒന്നോത് ഇബ്നു മസ്ഊദ്. നബിയേ, യാ റസൂലല്ലാഹ് അഖ്റഉ അലൈക വഅലൈക ഉൻസില. നബിയേ, അങ്ങേക്ക് ഞാൻ ഓതി കേൾപ്പിക്കുകയോ? അങ്ങേക്കല്ലേ ഖുർആൻ ഇറക്കപ്പെട്ടത്, എന്തിനാണ് നബിയെ ഞാൻ അങ്ങേക്ക് ഓതി കേൾപ്പിക്കുന്നത്? ഖാല, മഹാനാകുന്ന പുണ്യനബി പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാൾ പാരായണം ചെയ്യുന്നത്, മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഓതി കേൾപ്പിക്കുക എന്ന് മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനാകുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖറഅതു അലൈഹി സൂറത്തുൻ നിസാ, ഞാൻ സൂറത്തുൻ നിസാ ഓതി കൊടുത്തു. സൂറത്തുൻ നിസാ ഓതി ഹത്താ ഇദാ ജിഅതു, ഞാൻ അങ്ങനെ ഓതി 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 ഈ ആയത്തിന്റെ ഏതാ ആയത്ത്? ഇലാ ഹാദിഹില്ലായ, ഈ ആയത്തിലേക്ക് എത്തി. ഏതാണ് ആയത്ത്? ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദാ.
വല്ലാത്തൊരു സൂക്തം, ആഖിറത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന സൂക്തം, ആഖിറത്തിലെ ഭയവിഹ്വലമായ രംഗങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന സൂക്തം. ഈ ആയത്തെങ്ങാനും ഓതിയപ്പോ ഞാൻ നബി തങ്ങൾ പറഞ്ഞു, ഹസ്ബുക്കല്ലാൻ ഹസ്ബുക്കല്ലാൻ, ഇപ്പോൾ ഇത് മതി, നിർത്തി. ഇബ്നു മസ്ഊദേ നിർത്തിക്കോളൂ, മതി മതി. ഞാൻ ആ സമയത്ത് വൈദൽ തഫ്തു, ഞാൻ തിരിഞ്ഞു നോക്കിയ സന്ദർഭം, ഫൽ തഫ്തു ഇലൈ, ഞാൻ പുണ്യനബിയുടെ മുഖത്തേക്ക് നോക്കി, ഫൈദാ ഐനാഹു തദ്രിഫാൻ, അവിടുത്തെ രണ്ടു കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി, അവിടുത്തെ താടികൾ മുഴുവനും നനഞ്ഞുകൊണ്ട് കരയുന്ന പുണ്യനബിയെ, കരയുന്ന റസൂലുള്ളയാണ് ഞാൻ കാണുന്നത്. എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാ പുണ്യനബി പറഞ്ഞ് കരയാൻ കാരണം? ഇബ്നു മസ്ഊദ് തങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്ത്, എന്താ ഓതി കേൾപ്പിച്ചത്? നബിയെ അങ്ങോർക്കണം, നബിയെ ഓരോ ഉമ്മത്തിനും അയക്കപ്പെട്ട, ഓരോ സമുദായങ്ങൾക്കും അയക്കപ്പെട്ട അവരിലെ പ്രവാചകന്മാരെ കൊണ്ടുവരപ്പെടും. ആ പ്രവാചകന്മാർ ആ ഉമ്മത്തിനു വേണ്ടി സാക്ഷി നിൽക്കും. നൂഹ് നബി വരും. നൂഹ് നബിയുടെ ഉമ്മത്തിലെ ഓരോ അംഗങ്ങളുടെയും അമലുകൾക്ക് നൂഹ് നബി സാക്ഷി നിൽക്കും. ഓരോ ഉമ്മത്തിലെയും സാക്ഷികളെ കൊണ്ടുവരുന്ന സന്ദർഭം, നബിയെ നബിയെ അങ്ങയും കൊണ്ടുവരുമല്ലോ. അലാ ഹൗലാഇ ഷഹീദാ, ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ, അങ്ങയുടെ ഉമ്മത്തിന്റെ മേൽ അങ്ങയെയും കൊണ്ടുവരുന്ന സന്ദർഭം ഓർക്കണം നബിയേ. ഇതാലോചിച്ചപ്പോ പുണ്യനബി കരഞ്ഞു പോയി. എന്തിനാ കൊണ്ടുവരുന്നറിയോ? ഷഫീ ആയിട്ടല്ല, അത് വന്ന് പിന്നെയാണ്. ഷഫീ ആയി വരും, പിന്നെ അതിന് മുമ്പ് സാക്ഷിയായി വരും. ഞാൻ എത്ര അമല് ചെയ്തു, എന്റെ അമലിന് വേണ്ടി സാക്ഷി നിൽക്കും. ഇതേ ചെയ്തിട്ടുള്ളൂ, ഇത്രയും തെറ്റ് ചെയ്തു, നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, നബി തങ്ങൾ അങ്ങനെ കരയാൻ കാരണം അന്നഹു ബക്കാ, പുണ്യനബി കരഞ്ഞത് റഹ്മത്തൻ ലി ഉമ്മത്തി, തന്റെ ഉമ്മത്തിനോടുള്ള കാരുണ്യം കൊണ്ടാണ്. നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെട്ട നായകനാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാതെ ഇഷ്ടപ്പെട്ട നായകനാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി വഫാത്തായ ആ സെക്കൻഡ് ഓർക്കണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പറയാതെ വയ്യ. പുണ്യനബിയുടെ വഫാത്തിന്റെ ആ സെക്കൻഡുകൾ, അസ്രായിൽ അലൈഹിസ്സലാം പുണ്യനബിയുടെ റൂഹ് പിടിക്കാൻ വന്നു. വിശാലമായി പറയേണ്ടതാണ്, പക്ഷെ പറയുന്നില്ല, ചുരുക്കി പറയാം. ആ സമയത്ത് ഹബീബായ റസൂൽ പറഞ്ഞു, അസ്രായിൽ എന്തിനാ വന്നത്? നിങ്ങളൊന്ന് സമ്മതിച്ചാ നബിയെ, അങ്ങയുടെ റൂഹ് പിടിക്കാൻ, അല്ലെങ്കിൽ അങ്ങ് രോഗിയാണല്ലോ, 13 ദിവസമായി അങ്ങ് പനിയാണ്, അങ്ങയെ സന്ദർശിക്കാൻ വേണ്ടി. രോഗി സന്ദർശനം നല്ല പ്രതിഫലമുള്ള കാര്യമല്ലേ? 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് രോഗി സന്ദർശനം, അല്ല സമ്മതിക്കുകയാണെങ്കിൽ റൂഹ് പിടിക്കാൻ അല്ലാഹുവിന്റെ ഓർഡർ ഉണ്ട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, എന്റെ റൂഹ് പിടിക്കാൻ സമ്മതം, പക്ഷെ ഒരു കാര്യം എനിക്കറിയണം. എവിടെ കിടന്ന പുണ്യനബി പറയും, റസൂലുള്ളാഹിന്റെ റൂമിൽ കിടന്ന് ആയിഷ ബിയുടെ വീട്ടിൽ ഫാത്തിമ ബീവിയുണ്ട്, ഹസൻ തങ്ങളുണ്ട്, ഹുസൈൻ തങ്ങളുണ്ട് റളിയല്ലാഹു അൻഹും, ഏതാനും സഹാബത്തുമുണ്ട്. അവരൊക്കെ കൺകുളിർക്കെ റസൂലുള്ളാഹിന്റെ അവസാനത്തെ സെക്കൻഡിൽ അവരൊക്കെ ഇവിടെ ഉണ്ട്. ആ സമയത്ത് അസ്രായിൽ കടന്നു വരുന്നത്. ആ സമയത്ത് അസ്രായിലിനോട് നബി തങ്ങൾ പറയുന്നത്, ഒരു ആവശ്യം എനിക്കുണ്ട്. എന്താണ് ആവശ്യം നബിയെ? അങ്ങ് പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ അള്ള തരാൻ തയ്യാറാണല്ലോ. അള്ള തരാൻ തയ്യാറ്. എന്താണ് ആവശ്യം നബി എന്ന് പറയൂ നബിയെ. അസ്രായിൽ അലൈഹിസ്സലാമിനോട് നബി തങ്ങൾ പറഞ്ഞു, ഐന ജിബ്രായീൽ, എവിടെയാണ് ജിബ്രീലുള്ളത് അലൈഹിസ്സലാം. ഉടൻ വന്നു ജിബ്രീൽ അലൈഹിസ്സലാം. നബിയെ, എന്തിനാണ് വിളിച്ചത് നബിയെ? എന്താണ് ആവശ്യം നബിയെ? ജിബ്രീലേ, ഇതാ ഞാൻ യാത്ര പോവുകയാണ്, ഞാൻ റബ്ബിലേക്ക് യാത്ര പോവുകയാണ്, ഞാൻ വിട പറയുകയാണ്, ഞാൻ വഫാത്താവുകയാണ്. പക്ഷേ ജിബ്രീലേ, എനിക്കൊരു കാര്യം അറിയണം. പട്ടിണി മാത്രം അനുഭവിച്ച പുണ്യനബി, ദാരിദ്ര്യം മാത്രം അനുഭവിച്ച പുണ്യനബി,
വഫാത്തായ സമയം പോലും തന്റെ വീട്ടിലുണ്ടായിരുന്ന 6 അതല്ല 7 ദിർഹം ഓർമ്മ വന്ന് പുണ്യനബിക്കപ്പെട്ടെന്ന് അതുപോലും സദഖ നൽകി ഹബീബായ റസൂലുള്ളാഹ്. ആകെ ഓർമ്മ ഉണ്ടായിരുന്നത് എന്നൊരു 6 7 ദിർഹം എവിടെയുണ്ടെന്ന് ഓർമ്മ വന്നു. എണീക്കാൻ കഴിയാത്ത കിടപ്പില പുണ്യനബി അവിടെ നിന്നും പ്രയാസപ്പെട്ട് എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹാ, അവിടെ എന്തോ ഒരു കെട്ടുണ്ട്, അതിനെന്തോ ഉണ്ട്, അത് സ്വതക്ക നൽകിക്കോ എന്ന് മഹാനായ റസൂലുള്ളാഹി. അതുപോലും സ്വതക്ക നൽകി, ഒന്നും ബാക്കി വെച്ചില്ല. പട്ടിണി മാത്രം അനുഭവിച്ച കുടുംബം. ഫാത്തിമ ബീവിയെ കുറിച്ച് കുറെ പറയാണ്ട്, ഞാൻ പറയുന്നില്ല. വല്ലാത്തൊരു കുടുംബമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുൽ ബൈത്ത്. ആ കുടുംബം അവിടെയുള്ള സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, നബിയെ എന്താണ് അങ്ങയുടെ ആവശ്യം? അങ്ങ് ആവശ്യം പറഞ്ഞാൽ അങ്ങയുടെ സയ്യിദ്, അങ്ങയെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരാണ്? റബ്ബാണ്. ആ റബ്ബ് സമ്മതിക്കല്ലോ, എന്തും തരാൻ തയ്യാറുള്ള സമ്പത്ത് വേണോ നബിയെ? എന്താണ് ആവശ്യം നബിയെ? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞ വാക്യമെന്ന് ഓർക്കണം മുഅ്മിനീങ്ങളെ. നമ്മെ എത്രത്തോളം ഇഷ്ടപ്പെട്ടു, നമ്മളോട് എത്ര കാരുണ്യമുണ്ട് പുണ്യനബിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം, അസ്രായീൽ അലൈഹിസ്സലാം രണ്ടുപേരോടും പറഞ്ഞു, എന്റെ ആവശ്യം ലിമൻ ഉമ്മത്തി ബഅദി, എന്റെ ഉമ്മത്തിന് എന്റെ ശേഷം ആരുണ്ട് ജിബ്രീൽ? ഞാൻ വിട പറഞ്ഞാൽ എന്റെ ഉമ്മത്തിനാരുണ്ട് ജിബ്രീൽ? എനിക്കും നിങ്ങൾക്കും വേണ്ടി അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വന്ന സന്ദർഭം പോലും ശബ്ദിച്ച കാരുണ്യക്കടലായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കാരുണ്ട് ജിബ്രീലേ? അതറിഞ്ഞാൽ എന്റെ റൂഹ് പിടിക്കാം. ഫാത്തിമ ബീവിക്കാരുണ്ട്, ഹസൻ തങ്ങൾക്കാരുണ്ട്, ഹുസൈൻ തങ്ങൾക്കാരുണ്ടെന്നല്ല, എന്റെ ഉമ്മത്തിനാരുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ഉടൻ പോയി റബ്ബിന്റെ ദർബാറിലേക്ക് വേഗം വന്നു ജിബ്രീൽ. അല്ലാഹുവിനോട് അല്ലാഹു കേൾക്കേണ്ട സന്ദർഭം, കേൾക്കേണ്ട നിമിഷം, പുണ്യനബിയുടെ ആവശ്യം കേൾക്കേണ്ട നിമിഷം. ഇന്നാ സനുർദീക ഫി ഉമ്മതിക യാ റസൂലല്ലാഹ് വലാ നസുക നബിയേ. ഉമ്മത്തിന്റെ കാര്യത്തിൽ ഭയപ്പെടേണ്ട നബിയേ, ഉമ്മത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തല്ലോ നബിയേ, അങ്ങ് ദുഃഖിക്കേണ്ട നബിയേ. ഈ വാർത്ത കേട്ടപ്പോ ജിബ്രീൽ വന്നറിയിച്ചു കൊടുത്തു, നബിയേ ഉമ്മത്തിന്റെ കാര്യത്തിൽ വേവലാതി വേണ്ട നബിയേ, ഉമ്മത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തു. ഇത് പറഞ്ഞപ്പോ, ഇത് കേട്ടപ്പോ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അസ്രായീൽ എന്നാൽ എന്റെ റൂഹ് പിടിച്ചോളൂ. ഹബീബിന്റെ വഫാത്താ പറയുന്നത്, പുണ്യനബിയുടെ വഫാത്താ പറയുന്നത്, എന്റെ റൂഹ് പിടിച്ചോളൂ. ഹബീബിന്റെ റൂഹ് അങ്ങനെ പിടിക്കുന്നു, പെരുവിരൽ നിന്നും റൂഹ് അങ്ങനെ പിടിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഹബീബിന് വേദന സഹിക്കുന്നില്ല. ഇന്നലിൽ മൗതി ലസകറാത്ത്, വല്ലാത്ത വേദനയുണ്ടല്ലോ. ഖഫിഫ് യാ അസ്രായീൽ, അസ്രായീലേ വേദന ഒന്ന് കുറക്കുക എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ വഫാത്ത വേദന സഹിക്കാതെ ഏറ്റവും സഹിക്കാൻ കഴിവുള്ള, ഏറ്റവും ലോകം കണ്ട ഏറ്റവും വലിയ ധീരൻ, ഏറ്റവും അസ്ജാരൻ എന്ന നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ധീരനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാ, മരണത്തിന്റെ വേദന സഹിക്കുന്നില്ല, ഒന്ന് കുറയ്ക്ക അസ്രായീലേ, ഖഫിഫ് യാ അസ്രായീൽ. മുഅ്മിനീങ്ങളെ, നമ്മുടെ മരണത്തിന്റെ അവസ്ഥ ഓർക്കണം. മഹാനാകുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ യുദ്ധത്തിന്റെ വേളയിൽ എന്നെ ശത്രു 1000 തവണ വാള് കൊണ്ട് വെട്ടിയാലും പ്രശ്നമില്ല, ആ വേദന ഞാൻ സഹിക്കാം. പക്ഷേ സാധാരണയുള്ള മരണത്തിന്റെ വേദന എനിക്ക് സഹിക്കൂല എന്ന് അലി ഇബ്നു അബീ ത്വാലിബ്. മരണത്തിന്റെ വേദന എത്രയാണ്? അല്ലാഹുവേ, സക്കറാത്ത് ഞങ്ങൾക്ക് നീ എളുപ്പമാക്കണേ തമ്പുരാനെ, സക്കറാത്ത് എളുപ്പമാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, വേദന കുറക്ക അസ്രായീലേ. അപ്പൊ അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ ഏറ്റവും ലളിതമാണല്ലോ നബിയേ, ഇത്ര ലളിതമായി ഒരാളെയും റൂഹ് പിടിച്ചിട്ടില്ല നബിയേ, ഏറ്റവും ലളിതമാണ്, വെണ്ണയിൽ നൂലിട്ട് വലിക്കുന്ന പോലെയാണല്ലോ അങ്ങയുടെ റൂഹ്. അപ്പൊ പുണ്യനബി ചോദിക്കുന്നത്, അസ്രായീലേ, മുഅ്മിനീങ്ങളെ, അപ്പോഴും അവസാനത്തെ സെക്കൻഡും നമുക്ക് വേണ്ടി ശബ്ദിക്കുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ചോദിച്ചു, എന്നാൽ അസ്രായീലേ എന്റെ ഉമ്മത്തിന്റെ മരണവേദന എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്, നമ്മുടെ മരണവേദന നമ്മൾ ഇത്രയും കാലം ചിന്തിച്ചില്ല, പക്ഷേ നമ്മുടെ മരണവേദന പോലും ചിന്തിച്ചു. ഹബീബിന്റെ മരണസമയം, ഹബീബിന്റെ വഫാത്തിന്റെ സമയം പുണ്യനബി ആലോചിച്ചത് നമ്മുടെ വഫാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഞങ്ങൾ ചോദിച്ചു, എന്റെ ഉമ്മത്തിന്റെ മരണവേദന എങ്ങനെയാണ്? എന്റെയും നിങ്ങളുടെയും മരണവേദന. ആ സമയത്ത് അസ്രായിൽ പറഞ്ഞു, നബിയേ, എത്രയോ ആളുകളുടെ റൂഹ് ഞാൻ പിടിച്ചു, ഇനി എത്രയോ പിടിക്കാൻ പോകുന്നു. അവരിൽ നിന്നൊക്കെ ഏറ്റവും ലളിതമാണ് അങ്ങയുടെ റൂഹ്. അങ്ങയുടെ റൂഹ് പിടിക്കുമ്പോഴുള്ള വേദന. പക്ഷേ നബിയേ, അങ്ങയുടെ ഉമ്മത്തിന് ഇതിനേക്കാൾ എത്രയോ കഠിന കഠോരമാണ് നബിയേ, ഇതിനേക്കാൾ എത്രയോ 10 മടങ്ങാണ് നബിയേ എന്ന് പറഞ്ഞപ്പോ റഹ്മത്തുൽ ലിൽ ആലമീൻ, നമ്മുടെ ഹൃദയം തുറന്ന് സ്നേഹിച്ച ഹബീബില്ലേ, ആ ഹബീബ് പറഞ്ഞ വാക്ക്, എന്നാൽ അവരെ നീ വേദനിപ്പിക്കരുതേ, അവരെ നീ വേദനിപ്പിക്കരുത്, അവരുടെ മരണവേദനയുടെ അംശം എനിക്ക് നൽകിക്കോ, ഞാൻ ഏറ്റെടുക്കാം. അവസാന നാൾ വരെ വരാനിരിക്കുന്ന എന്റെ ഉമ്മത്തിലെ ഓരോ അംഗങ്ങളുടെയും മരണവേദനയുടെ നല്ലൊരംശം എനിക്ക് താ, ഞാൻ ഏറ്റെടുക്കാം. അവരെ നീ വേദനിപ്പിക്കരുതേ, നമ്മെ വേദനിപ്പിക്കരുതേ എന്ന് വഫാത്തിന്റെ അവസാനത്തെ സെക്കൻഡ് പോലും നമുക്ക് കാരുണ്യത്തോടെ ശബ്ദിച്ച റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആ ഹബീബിനല്ലേ നമ്മൾ സ്നേഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ നബി തങ്ങൾ ഇപ്പൊ കരയാൻ കാരണം എന്താ? ഈ ആയത്ത് കേട്ടപ്പോഴും കരഞ്ഞത് അന്നഹു ബകാ റഹ്മത്തൻ ലിഉമ്മത്തിഹി, ഉമ്മത്തിനെ ആലോചിച്ച് കരഞ്ഞതാണ് കാരണം. നബി തങ്ങൾക്കറിയാം, ലിഅന്നഹു അലിമ, പുണ്യ നബി അറിയാം, അന്നഹു ലാ ബുദ്ദ അൻ യശ്ഹദ അലൈഹിം ബിഅമലിഹിം, അവരുടെ അമലുകൾക്കനുസരിച്ച്, ഉമ്മത്തിന്റെ അമലുകൾക്കനുസരിച്ച് അവർക്കെതിരെ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ സാക്ഷി നിൽക്കേണ്ടി വരുമല്ലോ, ഞാൻ സാക്ഷി നിൽക്കേണ്ടി വരുമല്ലോ. വഅമലുഹും ലാ യകൂനു മുസ്തഖീമ, അവരുടെ അമലുകളാവട്ടെ നല്ല പൂർണ്ണമായ അമലാവൂല. അങ്ങനെ ഫഖദ് യുഫ്ലി യൗമഇദിൻ, അങ്ങനെ അവരെ ഫഖദ് യുഫ്ലി ഇലാ തഅദീബിഹിം, അങ്ങനെ എന്റെ ഉമ്മത്തിനെ ശിക്ഷിക്കാൻ കൊണ്ടുപോകുമല്ലോ. ഇതാണ് പുണ്യ നബി വജിഅനാ ബിക അലാ ഹഉലാഇ ഷഹീദാ എന്ന് കേട്ടപ്പോഴേക്ക് റസൂൽ കരഞ്ഞു പോയി. ഇതാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഖുർആനെ കേട്ടപ്പോഴേക്ക് കരയാ. ഒരൊറ്റ സംഭവം കൂടെ പറയട്ടെ. ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയാ, ആരാ? പുണ്യ നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബി പറയാ, അതാനി ഫീ ലൈലത്തി, റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്ക് ഓരോ രാത്രിയും ഓരോ ഭാര്യന്റെ കൂടെ ആയിഷ ബിയുടെ രാത്രി വീട്ടിലേക്ക് വന്നാൽ അശബി പറയാ, അതാനി ഫീ ലൈലത്തി, ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നു, രാത്രി വന്നു, എന്റെ രാത്രി, ഹത്താ മസ്സ ജിൽദി വജിൽദഹു, എന്റെയും പുണ്യ നബിയുടെയും തൊലി തമ്മിൽ ചേർന്നു. ഭാര്യ ഭർത്താക്കന്മാർ ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ മാതൃകയാണ് ഹബീബായ റസൂലുള്ളാഹിയും ആയിഷ ബീവിയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ മസ്സ ജിൽദി വജിൽദഹു, പുണ്യ നബിയുടെ ശരീരത്തിലെ തൊലിയും എന്റെ തൊലിയും തമ്മിൽ ചേർന്നു. ഭാര്യ ഭർത്താക്കന്മാർ കിടക്കുന്ന സന്ദർഭം. ആ സമയത്ത് നബി തങ്ങൾ പറയാ, സുമ്മഖാൽ ദരീനി അതഅബ്ബദു റബ്ബി, ഒരു സെക്കൻഡ് പോലും പാഴാക്കാത്ത പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ, നീ ഒന്ന് സമ്മതിച്ചാൽ ഞാൻ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യട്ടെ, നീ സമ്മതിച്ചാൽ ഞാൻ ഇബാദത്ത് ചെയ്യാൻ പോവേട്ടെ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എല്ലാ രാത്രിയും ഇങ്ങനെ ഉണ്ടാവാറില്ല. ആയിഷ ബിയുടെ രാത്രി ഒക്കെ എന്തെങ്കിലും നബിതങ്ങൾക്ക് മഖ്ബറകൾക്ക് പോവാനോ ജന്നത്തുൽ ബഖീലേക്ക് പോവാനോ ഇങ്ങനെ ഇബാദത്തിന് വേണ്ടി പോവലോ ചെയ്യും ഹബീബായ മുഹമ്മദ് മുസ്തഫ. കാരണം നബിതങ്ങൾക്കറിയാം ആയിഷ ബി ചോദിച്ചാൽ സമ്മതിക്കും, മറ്റുള്ള ഭാര്യമാർക്ക് തൃപ്തി ഉണ്ടാവണമെന്നില്ല. ആയിഷ ബി തൃപ്തിപ്പെടും എന്ന് ആർക്കറിയാം? ഹബീബായ പുണ്യ നബിക്കറിയാം. ഞാൻ പോട്ടെ. ആയിഷ ബി പറയാൻ, അങ്ങനെ നബിതങ്ങൾ എഴുന്നേറ്റ് ഫഖാമ വതവല്ലഅ, നബിതങ്ങൾ വുളു എടുത്തു. വലം യുക്സിർ സബ്ബൽ മാഇ, വെള്ളം ഒരുപാട് ഒഴിച്ചിട്ടില്ല, മിതമായ വുളു. സുമ്മ ഖാമ യുസല്ലി, പിന്നെ നബിതങ്ങൾ നിസ്കാരം ആരംഭിച്ചു. ഫബകാ, നിസ്കാരം ആരംഭിച്ചപ്പോഴേക്ക് കരച്ചിൽ. ഹത്താബല്ല ലിഹിയത്തോ, നബി തങ്ങളുടെ താടി രോമങ്ങൾ കണ്ണുനീര് കൊണ്ട് നനഞ്ഞു പോയി. സുമ്മ സജദ, പിന്നെ നബി തങ്ങൾ സുജൂദിലേക്ക് പോയി. ഫബകാ, ഏങ്ങിക്കൊണ്ട് അവിടെയും റസൂലുള്ളാഹി കരയുകയാണ്.
മണൽപ്പരപ്പ്, മദീനയിലെ മണൽപ്പരപ്പിനെ നബി തങ്ങൾ സുജൂദ് ചെയ്ത സ്ഥലം കണ്ണുനീര് കൊണ്ട് നനഞ്ഞു പോയി. കണ്ണുനീര് കൊണ്ട് നനഞ്ഞു പോയി. എന്നിട്ടോ നിസ്കാരം കഴിഞ്ഞു. നബി തങ്ങൾ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നു. അവിടെയും റസൂലുള്ള കരയുകയാണ്. പിന്നെ നബി കരയുന്നു. ആ സമയത്ത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വന്ന് നബിയെ, ബാങ്ക് വിളിക്കാനും സമയമായല്ലോ നബിയെ, നിസ്കരിക്കാനും സമയമായല്ലോ നബിയെ, യുസിനു ലിസ്വലാത്തി സുബ്ഹ്, സുബ്ഹി നമസ്കരിക്കാൻ സമയമായിട്ടുണ്ട്. ബിലാൽ തങ്ങൾ വന്നപ്പോ നബി കരയുന്നതാ കാണുന്നത്. റസൂലുള്ള കരയുന്ന രംഗമാ ബിലാൽ തങ്ങൾ കാണുന്നത്, ആയിഷ ബിവി കാണുന്നത്. അപ്പോ ബിലാൽ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ യുബ്കീക്, അങ്ങ് എന്തിനാണ് കരയുന്നത് നബിയേ? അങ്ങെന്തിനാണ് കരയുന്നത് നബിയേ? ഈ സുബഹി സമയത്ത്, ഈ പ്രഭാത സമയത്ത് അങ്ങെന്തിനാണ് കരയുന്നത് നബിയേ? ആ സമയത്ത് നബി നിങ്ങൾ പറഞ്ഞു, നബിയെ, അങ്ങ് മഅസൂമാണല്ലോ, അങ്ങേക്കൊരു തെറ്റുമില്ലല്ലോ, എല്ലാ തെറ്റുമുണ്ടെങ്കിൽ പുറത്തു തന്നിട്ടുണ്ടല്ലോ, അങ്ങെന്തിനാണ് കരയുന്നത്? സ്വർഗത്തിന്റെ ഉദ്ഘാടകനല്ലേ അങ്ങല്ലേ സ്വർഗത്തിന്റെ ഉദ്ഘാടകൻ നബിയെ, അങ്ങെന്തിനാണ് കരയുന്നത് നബിയെ എന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു വൈഹക യാ ബിലാൽ, ബിലാലേ നീ എന്താ പറഞ്ഞത്? ഞാൻ കരയാൻ കാരണം ഇന്നലെ രാത്രി ഒരു സൂക്തം ഇറങ്ങി, ഇന്നലെ രാത്രി ഒരു ആയത്തിറങ്ങി. ആ ആയത്തെന്നറിയോ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. സയൻസിന്റെ എല്ലാ രഹസ്യങ്ങളും, ആകാശത്തിന്റെ സൃഷ്ടിപ്പ്, ഭൂമിയുടെ സൃഷ്ടിപ്പ്, പ്രാപഞ്ചികമായ സത്യങ്ങൾ വിളിച്ചോതുന്ന വിശുദ്ധമായ ഖുർആനിന്റെ സൂക്തം ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പുകൾ, രാപ്പകലുകളുടെ ഭേദങ്ങളിൽ, രാപ്പകലുകൾ മാറി മാറി വരുന്നത്, ലആയാതിൽ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട്. ഈ ആയത്ത് ആലോചിച്ചപ്പോൾ കരഞ്ഞതാണ്. കാരണം നബിതങ്ങൾ പറഞ്ഞു വൈലുൽ ലിമൻ ഖറഅഹാ, അതോദിയൊരു മുഅ്മിൻ വലം യതഫക്കർ ഫിഹാ, അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല, അവൻക്ക് നഷ്ടമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ ഒരു ആയത്ത് കണ്ടപ്പോഴേക്ക്, ഈ ആയത്ത് ഓർത്തോർത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടി കരഞ്ഞു പോയി. ഇങ്ങനെ ഒരുപാട് സന്ദർഭം ആഖിറത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ആയത്തുകളൊക്കെ വരുമ്പോ ഹബീബായ റസൂലുള്ളാഹ് വല്ലാതെ കരയുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഒരുപാട് പറയാണ്ട്, എനിക്ക് സമയത്തിന്റെ ദൗർബല്യത കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധമായ റഹ്മത്തിന്റെ 10 അവസാനത്തോടടുക്കുകയാണ്. അവസാനത്തോടടുത്തു റഹ്മത്ത് ചോദിക്കാനുള്ളൊരു 10. റഹ്മത്ത് മാത്രം ചോദിക്കാനല്ല, റഹ്മത്ത് പ്രത്യേകം ചോദിക്കാനുള്ള 10. ഓരോ 10, റഹ്മത്തിന്റെ 10, മഗ്ഫിറത്തിന്റെ 10, ഇത്തഖിന്റെ 10. റഹ്മത്ത് പ്രത്യേകം ചോദിക്കാനുള്ള 10. റഹ്മത്ത് മാത്രം ചോദിക്കണം എന്നല്ല. എന്താ റഹ്മത്ത് കൊണ്ടല്ലാതെ നിങ്ങൾ ഒരാൾക്കും രക്ഷപ്പെടൂല എന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്കൊക്കെ ഒരു അവകാശവാദം ഉണ്ടാവും. ഞാനൊക്കെ കുറെ ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്തു, ഖുർആൻ ക്ലാസ് ഒക്കെ കേട്ടതാണ്, ഞാനൊക്കെ രക്ഷപ്പെടും എന്ന്. അങ്ങനെ ഒരു ചിന്ത വേണ്ട. നമ്മുടെ ഇബാദത്ത് കൊണ്ട് നമുക്ക് അള്ളാന്റെ കോടതിയിൽ അപ്പീലില്ല. ഞാൻ ഒരുപാട് നിസ്കരിച്ചല്ലോ, പറയാൻ പറ്റൂല, സാധ്യല്ല. ഈ നമ്മുടെ നാട്ടിൽ വലിയ കോടതിയിലൊക്കെ അപ്പീൽ കൊടുക്കാം, പക്ഷെ അള്ളാന്റെ കോടതിയിൽ അപ്പീലില്ല. നമുക്ക് അവകാശമില്ല. അള്ളാഹ് പറയണം, ഓ നരകത്തിലേക്ക് നമ്മൾ പോണം, അള്ളാഹുവിന്റെ ഓർഡർ അനുസരിക്കണം. നബി തങ്ങൾ പറഞ്ഞത് അള്ളാന്റെ കാരുണ്യം കൊണ്ടല്ലാതെ, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടല്ലാതെ ഒരാളും രക്ഷപ്പെടുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വഹാബത്ത് ചോദിച്ചു, ഒരാളും രക്ഷപ്പെടൂല എന്ന് പറഞ്ഞാൽ നബിയെ അങ്ങും രക്ഷപ്പെടുകയില്ലേ? അങ്ങും രക്ഷപ്പെടൂലേ നബിയെ? വലാ അനാ ഞാന് പോലും രക്ഷപ്പെടൂല. എന്ത്? ഒരു തെറ്റും ചെയ്യാത്ത, കളവ് പറയാത്ത, സ്വാദിഖേ മസ്ദൂഖ്, ഏറ്റവും വലിയ ആബിദ്, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന
ലോകത്തിന്റെ നായകൻ, പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണക്കാരനായ പുണ്യനബി പറയാം, വലാ അന, ഞാനും രക്ഷപ്പെടൂല, ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി വഫളി, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ, എന്നെ പുതപ്പിട്ട് മൂടുന്ന പോലെ എന്നെ മൂടിയാലല്ലാതെ ഞാനും രക്ഷപ്പെടൂല എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ്? അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ സ്വർഗം നേടാനോ അവന്റെ റിള നേടാനോ നരകത്തിൽ നിന്ന് കാവൽ നേടാനോ നമുക്ക് സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ പത്തായ റഹ്മത്തിന്റെ പത്തിന്റെ അവസാനത്തെ ഈ ദിവസങ്ങളിൽ അള്ളാഹുവേ നിങ്ങൾക്ക് നീ റഹ്മത്ത് നൽകണേ തമ്പുരാനെ, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചൊരിയണേ തമ്പുരാനെ, അള്ളാഹുവെ ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ, റഹ്മത്ത് എഴുതപ്പെടാത്ത ഹതഭാഗിരിൽ ഞങ്ങൾ നീ പെടുത്തല്ല തമ്പുരാനെ, നിന്റെ റഹ്മത്ത് കൊണ്ട് മഗ്ഫിറത്തും സ്വർഗവും ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ദിക്റുകൾ ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും ഒക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകം ദുആ ചെയ്യാൻ പുല്ലുപറമ്പിൽ കുഞ്ഞാപ്പ സൺ ഓഫ് മുഹമ്മദ് മരിച്ച പിതാവിനും ഉമ്മാക്കും ദുആ ചെയ്യാൻ വേണ്ടി നമ്മുടെ പള്ളിയുടെ പണിക്ക് വേണ്ടി 5000 രൂപ സംഭാവന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ അതിന്റെ സവാബ് കൊണ്ട് അവരുടെ ഉപ്പായുടെയും ഉമ്മായുടെയും ഖബറുകൾ നീ പ്രകാശിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹു നിന്റെ പള്ളിക്ക് വേണ്ടി നൽകിയ സംഭാവനയുടെ പുണ്യം കൊണ്ട് അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നീ ഖൈറും ബറക്കത്തും ചൊരിയണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ ഏർപ്പാടുകൾ നീ സന്തോഷവും റാഹത്തും ലാഭവും ഇസ്സത്തും ബറക്കത്തും ചൊരിയണേ തമ്പുരാനെ. ആ സംഭാവന നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അദ്ദേഹത്തിന് ഞങ്ങൾക്കും നിന്റെ കാരുണ്യവും റഹ്മത്തും നൽകണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ദിക്റ് ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. 100 പ്രാവശ്യം അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 പ്രാവശ്യം ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് ഇസ്തിഗ്ഫാർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. أفضل الذكر لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إله إلا الله لا 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 إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله